ഇച്ഛാദ്വേഷസുഖം ദുഃഖം സംഘാതശ്ചേതനാധൃതി ഏതക്ഷേത്രം സമാസേന സവികാരം ഉദാഹൃതം. 2 ശ്ലോകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. മഹാഭൂതാന്യഹങ്കാരോ, മഹാഭൂതങ്ങളിൽ നിന്ന് തുടങ്ങി അഹങ്കാരം. ബുദ്ധിരവ്യക്തമേവച, ബുദ്ധി അവ്യക്തം. ഇന്ദ്രിയാണി ദശൈകം ച, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ. പഞ്ചചേന്ദ്രിയഗോചരാഹ, ശബ്ദം സ്പർശം രസം രൂപം ഗന്ധം എന്ന് പറയുന്ന ഇന്ദ്രിയ ദ്രവ്യങ്ങൾ, പദാർത്ഥങ്ങൾ. ഇച്ഛാദ്വേഷ, ഇച്ഛാദ്വേഷം. സുഖം ദുഃഖം, സംഘാത, എല്ലാം കൂടിയിട്ടുള്ള നമ്മുടെ ശരീരം. ചേതന, അതിലുള്ള അവയർനെസ്, ഉണർവ്. ധൃതി, ഇച്ഛാശക്തി. ഇതെല്ലാം കൂടിയതാണ് ഏതക്ഷേത്രം സമാസേന. ചുരുക്കി പറയുകയാണെങ്കിൽ ഇതാണ് ക്ഷേത്രം. സവികാരം ഉദാഹൃതം, സദാ മാറിക്കൊണ്ടിരിക്കുന്നതാണെന്ന്. അങ്ങനെയുള്ള ക്ഷേത്രത്തിൽ അധിവസിക്കുന്നവനാണ് ക്ഷേത്രജ്ഞൻ. അപ്പോൾ ഈശ്വരനെ ക്ഷേത്രജ്ഞനായി കാണുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു സർവവ്യാപകമായിരിക്കുന്ന ഒരു മാനം, ഒരു പരിമാണം കൊടുക്കുക എന്നാണ്. അങ്ങനെ വന്നാലോ എല്ലാ ദിക്കിലും ഈശ്വരനെ കാണണം. പ്രഹ്ലാദൻ പറഞ്ഞത് തന്നെ, ഏതാവാനേവ ലോകേസ്മിൻ പുംസസ്വാർത്ഥ പരസ്മൃതഃ ഏകാന്തഭക്തിർഗോവിന്ദേ യത് സർവത്ര തദീക്ഷണം. എല്ലാം കൂടി മനുഷ്യന് അങ്ങേയറ്റം പ്രയോജനമുണ്ടാവുന്ന ഒരൊറ്റ കാര്യമുള്ളൂ ഇവിടെ, സ്വാർത്ഥം. എന്താ? ഏകാന്തഭക്തിർഗോവിന്ദേ, ഗോവിന്ദനിൽ ഏകാന്തഭക്തി ഉണ്ടാവണം. യത് സർവത്ര തദീക്ഷണം, എല്ലാ ദിക്കിലും അദ്ദേഹത്തെ കാണണം. അപ്പം സർവ്വദിക്കിലും സമബുദ്ധിയോടുകൂടി ഈശ്വര സാന്നിധ്യത്തെ കാണുന്നതാണ് ക്ഷേത്രജ്ഞനുള്ള പൂജ. ധിഷ്ണേഷ്വേഷ്വിധി മദ്രൂപം ശംഖചക്ര ഗദാംബുജൈ യുക്തം ചതുർഭുജം ശാന്തം ധ്യായൻ അർച്ചേത് സമാഹിത. ഈ പറഞ്ഞ സ്ഥാനങ്ങളിലൊക്കെ ധിഷ്ണേഷ്വേഷ്വിധി, യേഷു ധിഷ്ണേഷു ഇതി, ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിലെല്ലാം ശംഖചക്ര ഗദാംബുജൈ യുക്തം, ശംഖ് ചക്രം ഗദ അംബുജം, ഈ 4 എണ്ണവും 4 കൈകളിലും പിടിച്ചുകൊണ്ടിരിക്കുന്ന ശാന്തം മദ്രൂപം, ശാന്തമായിരിക്കുന്ന എൻ്റെ രൂപമുണ്ടല്ലോ, ആ രൂപത്തെ സമാഹിത ധ്യായേത് അർച്ചയേത്, വളരെ ഒതുക്കത്തോടുകൂടിയും റെസ്ട്രെയിൻ്റോടുകൂടിയും പവിത്രമായി ഒരിടത്തിരുന്ന് ധ്യാനിക്കുക, അർച്ചിക്കുക. ഇതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അർച്ചനയിൽ മാത്രമല്ല ഭക്തി നിൽക്കുന്നത്, ധ്യാനം വളരെ പ്രധാനമാണ്. ആ മനസ്സിനുള്ള വളർച്ച, വൃദ്ധി, വികാസം, വിശാലത, ഇത് വളരെ പ്രധാനമാണ്. ഇഷ്ടാപൂർത്തേന മാമേവം യോ യജേത സമാഹിതഃ ലഭേത മയി സദ്ഭക്തിം മത്സ്മൃതി സാധുസേവയാ. രണ്ടും കൂടി കൂട്ടിച്ചേർക്കുക. സാധുക്കൾ ഒരു ഭാഗത്ത്, ഭക്തന്മാരൊരു ഭാഗത്ത്. സജ്ജനങ്ങൾ ആദരിക്കുന്നതും നിർദ്ദേശിക്കുന്നതുമായ ഭക്തി സാധാരണക്കാർക്കുണ്ടാവണമെന്ന് പറഞ്ഞു. അത് രണ്ടും കൂടി ചേർത്ത് ഇപ്പോൾ പറയുന്നു. ഇഷ്ടാപൂർത്തേന മാമേവം യോ യജേത സമാഹിതഃ. ഇഷ്ടാപൂർത്തേന, ഈ 2 വാക്കുകൾ വേദങ്ങളിൽ വരുന്നതാണ്. ഇഷ്ടം, ഇഷ്ടം എന്ന് പറഞ്ഞാൽ അഗ്നികർമ്മങ്ങൾ, യാഗയജ്ഞങ്ങളാണ്. പൂർത്തം എന്ന് പറഞ്ഞാലോ സമൂഹ ക്ഷേമത്തിന് വേണ്ടി ചെയ്യുന്നതായ പ്രവൃത്തികൾ. അങ്ങനെ ഇഷ്ടം കൊണ്ടും പൂർത്തം കൊണ്ടും എന്നെ ഇങ്ങനെ യജിക്കുന്നവൻ സമാഹിതൻ. ആ മനുഷ്യൻ വളരെ നിയന്ത്രിത ചിത്തനാവണം, നല്ല സത്സ്വഭാവിയായിരിക്കണം. അങ്ങനെ ലക്കും ലഗാനവും ഇല്ലാതെ ജീവിക്കുന്നവനാവരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ലഭതേ മയി സദ്ഭക്തിം, ആ ആൾക്ക് എന്നിൽ സദ്ഭക്തി ഉണ്ടാവണം, നല്ല ഭക്തി ഉണ്ടാവണം. വെറും ഭക്തിയല്ല, ഒരു പരുക്കനോ കാടനോ അതോ സങ്കുചിതമോ ആയിട്ടുള്ള ഭക്തിയല്ല, നല്ല ഭക്തി ഉണ്ടാവണം. മത്സ്മൃതി സാധുസേവയ, ആ ഭക്തിയിൽ മത്സ്മൃതി എന്ന് പറഞ്ഞാൽ എന്നെ സദാ ഓർമ്മ വയ്ക്കുന്ന ഒരു സ്വഭാവം, എന്നോട് കടപ്പാട് സദാ തോന്നുന്നതായ ഒരു മനസ്സ്, അത് സാധുസേവ കൊണ്ടേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും സജ്ജനങ്ങളെ സേവിച്ച് അവരുടെ നിർദ്ദേശങ്ങളും അവരുടെ സാമീപ്യവും അവരുടെ സഹവാസവും ഉണ്ടായിട്ടല്ലാതെ നിങ്ങളുടെ ഉള്ളിലുള്ള മനസ്സ് തെളിഞ്ഞ് സ്ഥിരമായിട്ടുള്ള ഒരു ഈശ്വര സ്മരണ നിങ്ങൾക്കുണ്ടാവില്ല. എന്താ? ജീവിക്കുന്നത് ലോകത്തിലാണ്. ആ ലോകം ഈശ്വരനിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. ആ ഭേദബുദ്ധി പോയി ഉള്ളതൊക്കെ ഈശ്വരനാണ് എന്ന് മനസ്സിലായി ആ ഈശ്വരനെ നമുക്ക് സ്മരിക്കാതെ ഇരിക്കാൻ 1/2 മിനിറ്റ് പോലും സാധിക്കില്ല എന്നൊരു ബോധ്യം വരണമെങ്കിൽ സജ്ജനസേവയില്ലാതെ പറ്റില്ല. ഇഷ്ടാപൂർത്തേന മാമേവം യോ യജേത സമാഹിതഃ ലഭതേ മയി സദ്ഭക്തിം മത്സ്മൃതി സാധുസേവയാ. ഈ അധ്യായം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്
സജ്ജനങ്ങളുടെ സ്ഥാനമഹിമകൾ ഊന്നി പറഞ്ഞുകൊണ്ടാണ്. പ്രായേണ ഭക്തിയോഗേന സത്സംഗേന വിനോദ്ധവ നോപായോ വിദ്യതേ സദൃങ് പ്രായണം ഹി സതാമഹം. പ്രായേണ ഭക്തിയോഗേന സത്സംഗേന വിന ഉദ്ധവ. ഹേ ഉദ്ധവ, സാധാരണ ഈ ഭക്തി എന്ന് പറയുന്ന ബഹുമുഖമായിട്ട് ഇങ്ങനെ പല അഭ്യാസങ്ങളും പറഞ്ഞുവല്ലോ. ഇതിലേതെങ്കിലും ഒന്നിലധികമോ ഉൾക്കൊണ്ട് അതിനെ ഒരു യോഗാഭ്യാസമായി കണക്കാക്കി ഭക്തിയുക്തനായിട്ടുള്ള പരിശീലനം കൊണ്ട് കൂപ്പിട്ടത്തിൽ സത്സംഗവും ഇത് രണ്ടും ഇല്ലാതെ നോപായോ വിദ്യതേ സദൃങ് പ്രായണം ഹി സതാമഹം. ഇതല്ലാതെ വേറെ ഒരു ഉപായവുമില്ല എൻ്റെ അടുക്കിലേക്ക് വരാൻ. ഒന്നിലോ ഭക്തി, ഇല്ലെങ്കിൽ സജ്ജന സേവ. ഇത് രണ്ടുമല്ലാതെ വേറെ ഒരു വഴിയുമില്ല ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. സദാം അഹം ഹി പ്രായണം. എന്താ കാരണം? സജ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഈശ്വരനെ മാത്രമാണ് ആശ്രയം, വേറെ ഒരാളെ ആശ്രയമില്ല. ഈശ്വരനെ മാത്രം ആശ്രയിച്ചേ അവർക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സജ്ജനങ്ങളുടെ കൂടെ കൂടിയാൽ നിങ്ങൾ പകൽ കേൾക്കുന്നത് എന്താ? സർവേശ്വരനെയാണ് ആശ്രയം. ആശ്രയിച്ചോളൂ, ആശ്രയിച്ചോളൂ, ആശ്രയിച്ചോളൂ. ഞാൻ എപ്പോഴും പറയും, ഈ നാരായണാശ്രമ തപോവനമുണ്ട്. ഈ ആശ്രമം എങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത്, 1963 ഞാൻ ഈ പാണ്ഡവഗിരിയുടെ കിഴക്കേ ചെരുവിൽ വന്ന് പെട്ടത്. സർവ്വതും ഉപേക്ഷിച്ച് തെരുവിൽ നിന്നുകൊണ്ടായിരുന്നു ഇവിടെ വന്നത്. അതിനുശേഷം ഇവിടെ ഒരു കുടീരം കെട്ടി അങ്ങനെ താമസം തുടങ്ങി, പല കാര്യങ്ങളും നടന്നു. ഇന്ന് നിങ്ങളിവിടെ വന്നാൽ കാര്യത്തിന് കുറേയൊക്കെ ഒരു വ്യത്യാസമൊക്കെ ഉണ്ടെന്ന് തോന്നും. പക്ഷേ ഞാൻ തുറന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നു, വളരെ സന്തോഷത്തോടു കൂടി, ഇതിൽ എളിമയോടുകൂടി പറയണു എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്താ പറയണത്? ഞങ്ങളുടെ ആശ്രമത്തിലുള്ള ഓരോ ഇഷ്ടികയുണ്ടല്ലോ, മണൽത്തരിയും, അതൊക്കെ തപസ്സിൻ്റെ ഫലമാണ്. ഇവിടെ എൻ്റെ എന്ന് പറയാനോ അന്തേവാസികളുടെ എന്ന് പറയാനോ ഈ ആശ്രമത്തിൽ ഒന്നുമില്ല. ഇവിടെ ഉള്ളതൊക്കെ ഭക്തജനങ്ങളുടെ സമർപ്പണോപഹാരം കൊണ്ട് വരുന്നതാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളുടേന്നൊന്നുമില്ല. എനിക്കൊരു എഴുത്ത് വന്നിട്ടുണ്ട്, ഭൂമാനന്ദസ്വാമി പറയുന്നതിൽ കുറച്ച് അഹങ്കാരം കാണാനുണ്ടോയെന്ന്. നിങ്ങൾ തന്നെ ആലോചിച്ചോളൂ. ഞാൻ സ്വതവേ പറയുന്നതും ഇപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അഹങ്കരിക്കാൻ ഇവിടെ എന്തുണ്ടെന്നാണ് എനിക്ക് ചോദിക്കണം. ഞാൻ ഈ ലോകത്തിൽ എവിടെ തപ്പി നോക്കിയിട്ടും എൻ്റെ എന്ന് പറയാൻ ഇവിടെ ഒരു സാധനവും കാണുന്നില്ല. ഞാൻ എന്നുള്ള വാക്ക് പോലും പറയുന്നത് നാവിലൂടെയാണ്, മനസ്സിലൂടെയാണ്. ആ മനസ്സും നാവും എൻ്റെ അല്ല. അപ്പോൾ പിന്നെ എന്തിനെ ചൊല്ലിയ ഒരഹങ്കാരം ഉണ്ടാവുക? അപ്പോൾ നിർമ്മമോ നിരഹങ്കാര എന്നാണ് ഞങ്ങളെപ്പോലെയുള്ളവർക്കൊക്കെ പ്രമാണം. അപ്പോൾ ആരെന്ത് വിചാരിച്ചോ, എനിക്ക് പറയാനുള്ളത്, ഈ വക വിചാരമൊന്നും ഭൂമാനന്ദ സ്വാമിജിയുടെ അടുത്തും കൂടി വരില്ല. എങ്ങനെയാണ് വരിക? ഒരു നിഷ്കിഞ്ചനനോ അകിഞ്ചനനോ ആണ് ഞാൻ. ഒരു സാധനം ഇവിടെ എൻ്റെ ഇല്ല. ഇപ്പോൾ ഈ സംപ്രേഷണം നടക്കുന്നുണ്ടല്ലോ, ഈ നടത്തുന്നതിനെ സംബന്ധിച്ച് എന്താ സ്വാമിജിക്ക് അഭിപ്രായം ചോദിച്ചാൽ ഒരഭിപ്രായവും ഇല്ല. ഞാനല്ല ഇത് പറയുന്നത്. ഒരു നാവുണ്ട്, ബുദ്ധി എന്ന് പറയുന്നത് എൻ്റെയല്ല. അവിടെ ആശയങ്ങൾ ഇങ്ങനെ രൂപപ്പെടുന്നു. അത് എവിടെയാണ് രൂപപ്പെടുന്നതെന്ന് എനിക്കറിയില്ല. അത് ശബ്ദനാളങ്ങളിലേക്ക് വന്ന നാവിലൂടെ പുറത്തു വരുന്നു. ഇവിടെയാണത്രേ ആശയരൂപീകരണം. ഈ നാഭീസ്ഥാനത്തു നിന്നാണ് ശബ്ദം തുടങ്ങുന്നത്. ആ തുടങ്ങുന്നതിനെ പറ്റിയും ഇവിടെ പറയുന്നുണ്ട് ഭാഗവതത്തിൽ. അത് ഇവിടെ നിന്നുള്ള സിഗ്നൽ ഇവിടെ എത്തി ഇങ്ങനെ വന്ന് അവസാനം നാവിലൂടെയും ചുണ്ടിലൂടെയും പുറത്തു വരുന്നതിന് സ്വാമിജിക്ക് എന്താ അതിന് ചെയ്യാനുള്ളത്? ഒന്നുമില്ല. അപ്പോൾ ആശയരൂപീകരണം ഇങ്ങനെ നടക്കണു എന്നോട് ചോദിക്കാതെ, ശബ്ദങ്ങൾ ഇങ്ങനെ വരണു എന്നോട് ചോദിക്കാതെ, നിങ്ങളെല്ലാവരും കേൾക്കുന്ന പോലെ ഞാനും കേൾക്കുന്നുണ്ടെന്ന് മാത്രം. നിങ്ങൾക്ക് എൻ്റെ മുഖം കാണാം, എനിക്ക് കാണാൻ പറ്റില്ല. ആ ഒരു വ്യത്യാസമാണ്. അപ്പോൾ ഇതിൽ ഭൂമാനന്ദ സ്വാമിജി എന്തിനെ ചൊല്ലിയ അഹങ്കരിക്കുക, എന്തിനെ ചൊല്ലിയ അഭിമാനിക്കുക? ഒരഭിമാനവും ഒരഹങ്കാരവും ഒന്നിനെക്കുറിച്ചും ഞാൻ കാണാനില്ല. ഇതൊക്കെ എന്നോ മാഞ്ഞു തേഞ്ഞു പോയതാ. ഇനിയിപ്പോൾ അത് വരാൻ പോകുന്നുണ്ടോ എനിക്ക് തോന്നണില്ല. നിങ്ങൾക്കൊക്കെ അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബുദ്ധിമുട്ട് ഇരിക്കട്ടെ. അവിടെ വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ്. എന്തിനാണ് ഞാനിത് പറഞ്ഞത്? ഈ ആശ്രമത്തിലുള്ള ഒരു മണൽത്തരി എന്തുണ്ടോ അത് മുഴുവനും ഇവിടെ ഞങ്ങൾ ചെയ്യുന്ന തപസ്സാണ്. എല്ലാം വിട്ടിട്ടാണല്ലോ സന്യസിക്കുക. ഞാൻ വളരെ സന്തോഷിച്ചിട്ടാണ് സന്യസിച്ചത്. അത് വിടാൻ ബുദ്ധിമുട്ടായിരുന്നു. കുടുംബക്കാരും എല്ലാവരും കുറേയൊക്കെ സന്യസിച്ചായപ്പോൾ വിടാൻ വലിയ ബുദ്ധിമുട്ടാവും, അത് സമ്മതിക്കില്ലല്ലോ. എന്നാലും ആ ചെടുക്കുന്നൊക്കെ ഊരി നമുക്ക് വളരെ സന്തോഷം തോന്നി എല്ലാം വിട്ടിട്ട് വന്ന് നിന്നപ്പോൾ. അതിനുശേഷം എന്തൊക്കെ ഉണ്ടാവുന്നുണ്ടോ അതൊക്കെ ഈശ്വരൻ്റെ, പ്രകൃതിയുടെ, നമ്മുടെ ധർമ്മത്തിൻ്റെ വിശേഷം എന്നല്ലാതെ എന്ത് പറയാനാ? ഈ സംപ്രേഷണം നടത്തുന്നത് ഞാനിങ്ങനെ ഒരു സംപ്രേഷണം നടത്തണമെന്ന് ഉദ്ദേശിച്ചില്ല. അങ്ങനെ ഇതിൻ്റെ ഡയറക്ടർ നമ്മളുടെ അടുത്ത് കൊണ്ടുവന്ന് ചാടിച്ചതാണ്. അദ്ദേഹം അത് വേണ്ടതുപോലെ ചാടിച്ചു എന്നൊന്നും പറയാൻ ഞാൻ ഒരുക്കില്ല. അന്ന് പറഞ്ഞ സ്ഥിതിവിശേഷം ഒട്ടാകെ മാറിക്കഴിഞ്ഞിട്ട്
ഇപ്പോഴും എനിക്കിത് തോന്നണില്ല ഇത് മുഴുവൻ നടത്താനായിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധ്യതയോ ഒരു കഴിവോ ഉണ്ടെന്ന്. ഇല്ല 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 എന്നുള്ളത് തീർച്ചയാണ്. ഇത് നടക്കുന്നവരെ നടക്കും, നടന്നാൽ നടക്കും എന്നേ പറയാനുള്ളൂ. അപ്പോൾ സജ്ജനങ്ങൾക്കുള്ള വിശേഷം എന്താണെന്ന് വെച്ചാൽ സദാം അഹംഹിപ്രായണം. അവർക്കെപ്പോഴും ആശ്രയം ഈ വിശ്വം മുഴുവൻ ആരെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്? ഒരു വിശേഷപ്പെട്ട ബ്രഹ്മചൈതന്യത്തെയാണ്. അതേ ചൈതന്യത്തിലാണ് അവർക്ക് ആശ്രയം. അപ്പം അവരുടെ കൂടെ കൂടിയാൽ അവരെപ്പോഴും ഇതന്നെ നിങ്ങളോട് പറയുള്ളൂ, ഇത് തന്നെ നിങ്ങൾ കേൾക്കുള്ളൂ. അപ്പം നിങ്ങളുടെ ഭക്തി വളരെ ലളിതമായി വളരെ വേഗതയോടുകൂടി മുന്നേറും. അതാണ് ഇവിടെ പറയുന്നത്. പ്രായണം ഹി സദാമഹം. അപ്പം ഭക്തി വളരണം എന്നുണ്ടെങ്കിൽ അഭ്യാസം വേണമെന്നുള്ളത് തീർച്ചയാണ്. പ്രായേണ ഭക്തിയോഗേന സത്സംഗേന വിനോദ്ധവ. ഭക്തിയോഗത്താലും സത്സംഗത്താലും അല്ലാതെ ഇത് വളരും എന്നുള്ളതിന് വേറെ ഒരു ഉപായവുമില്ല. നോപായോ ജതേ സദ്രൻ. ശ്രേഷ്ഠമായ ഉപായം പ്രായണം ഹി സദാമഹം. അഥൈതത് പരമം ഗുഹ്യം ശൃണ്വതോ യദുനന്ദന സുഗോപ്യമപി വക്ഷ്യാമി ത്വം മേ ഭൃത്യഃ സുഹൃത്സഖാ. അവസാനത്തെ ശ്ലോകം 49-ാമത്തെ ശ്ലോകം കൃഷ്ണൻ പറയാണ്. അഥൈതത് പരമം ഗുഹ്യം ശൃണ്വതോ യദുനന്ദന. ഹേ യദുനന്ദന, ഏറ്റവും രഹസ്യമായിട്ടുള്ള കാര്യം ഞാൻ ഉദ്ധവന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ശൃണു സുഗോപ്യമപി വക്ഷ്യാമി. വളരെ ഗോപ്യമാണ്, രഹസ്യമാണ്, എന്നാലും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന്. എന്താണത്? ത്വം മേ ഭൃത്യഃ സുഹൃത് സഖാ. ഉദ്ധവൻ എൻ്റെ ഭൃത്യനാണ്, മാത്രമല്ല എൻ്റെ സഖാവുമാണ്. ഞാൻ പോയിടത്ത് മുഴുവനും കൊണ്ടുപോയിട്ടുണ്ട്. പ്രധാനപ്പെട്ട സന്ദർഭങ്ങളല്ല, എല്ലാ സന്ദർഭങ്ങളിലും ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ച ഉദ്ധവൻ്റെ ഹിതം അറിഞ്ഞ് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഭൃത്യൻ മാത്രമല്ല, നമ്മൾ തമ്മിൽ സൗഹാർദ്ദവുമുണ്ട്. അങ്ങനെ ഒരാളോടല്ലേ ഈ രഹസ്യമായിട്ടുള്ളത് പറയുക. അപ്പം ഞാൻ ഏറ്റവും രഹസ്യമായിട്ടുള്ളത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് സത്സംഗത്തിൻ്റെ വിശേഷം, സജ്ജനങ്ങളുടെ വിശേഷം, അതുകൊണ്ട് മനുഷ്യനുണ്ടാവാൻ പോകുന്ന നേട്ടം, ലാഭം, ഒരു 10-50 കൊല്ലത്തെ സാധനയെ 5 മാസമോ 5 കൊല്ലത്തെ സാധനയാക്കി ചുരുക്കും ഈ ഗുരുജന സംസർഗമോ സജ്ജന സംസർഗമോ ഉണ്ടായാൽ. അങ്ങനെ വിശേഷപ്പെട്ട ഒരു പ്രഭാവം അതിനുണ്ട് എന്ന് പറഞ്ഞ് ആ രഹസ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഉപദേശം വഴി ഉദ്ധവനുണ്ടാവുന്നത് എന്താ? സത്സംഗമാണ് ഉണ്ടാവുന്നത്. ഇങ്ങനെ ഒരു സത്സംഗം ഇത്രയും കാലം കൂടെ നടന്ന ഉദ്ധവന് ഇതുവരെ ഉണ്ടായി കാണില്ല. കൃഷ്ണന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ തമ്മിൽ സംസാരിച്ചങ്ങനെ പോയുള്ളൂ. എൻ്റെ മനസ്സിലുള്ള വിഷമം തീർക്കണം. സോഹം മമാഹമിതി മൂഢമതിർവിഗാഢ ത്വന്മായയാ വിരചിതാത്മനി സാനുബന്ധേ തത്വഞ്ജസാ നിഗദിതം ഭവതാ യഥാഹം സംസാധയാമി ഭഗവൻ അനുശാധിഭൃത്യം. ഇങ്ങനെ ഒരു അപേക്ഷ ഉദ്ധവൻ ഇതിനു മുൻപ് പുറപ്പെടുവിച്ചിട്ടില്ല. സോഹം മമാഹം, ഞാനിതാണ്. എൻ്റെ ശരീരത്തിലാണ് എനിക്ക് സോഹം എന്നുള്ള ഫീലിംഗ്. ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ജീവനിലോ ആത്മാവിലോ അല്ല, ശരീരമാണ് ഞാൻ എന്നൊരു വിചാരം, ശരീരബന്ധുക്കളോട് എൻ്റെ എന്നൊരു വിചാരം. ഈ 2 വിചാരത്തിലും കിടന്ന് കുടുങ്ങുകയാണ് ഞാൻ. കൃഷ്ണ, ഈ കുടുക്കം മാറ്റി അങ്ങ് പറഞ്ഞു തന്ന പ്രകാരം ദ്വാരകയെയും എൻ്റെ കുടുംബത്തെയും വിട്ട് ബദരികാശ്രമത്തിലേക്ക് പോകാൻ എനിക്ക് സാധിക്കണമെങ്കിൽ എൻ്റെ മോഹവും ദൗർബല്യവും മാറ്റണം. അതിനുള്ള ഉപദേശം തരൂ എന്നാണ് ചോദിച്ചത്. ആ ഉപദേശത്തിന് മറുപടിയായി പറയുന്നതൊക്കെ സത്സംഗമല്ലേ? കൃഷ്ണൻ ഇതുമാതിരി വാചാലനായിട്ടുണ്ടോ? യുദ്ധക്കളത്തിൽ വെച്ച് വാചാലനായി. അവിടെ 18 അധ്യായ, ഇതിൽ 24 അധ്യായമാണ്. അവിടുത്തെ വാചാലത വല്ലവിധവും അർജുനനെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കാനാണ്. ഇവിടെ കൃഷ്ണൻ ഉപദേശിക്കുന്നതോ ഉദ്ധവൻ്റെ മനസ്സ് തെളിഞ്ഞ് കൃഷ്ണൻ പോകുന്നതിന് മുൻപ് തന്നെ ദ്വാരകയെ വിട്ട് ബദരികാശ്രമത്തിലേക്ക് പോകാൻ കഴിയണം തൻ്റെ ഭക്തനും ഭൃത്യനും. ഇതാണ് വിചാരം. ആ വിചാരത്തിൽ കൊടുക്കുന്ന സത്സംഗമാണിത്. അഥൈതത് പരമം ഗുഹ്യം ശൃണ്വതോ യദുനന്ദന സുഗോപ്യമപി വക്ഷ്യാമി ത്വം മേ ഭൃത്യഃ സുഹൃത്സഖാ. പരമമായിരിക്കുന്ന ഗുഹ്യമാണ് ഞാൻ ഇനി പറയാൻ പോണത് എന്ന് പറഞ്ഞ് സത്സംഗത്തിനെ പറ്റി പറയുകയാണ്. ആ സത്സംഗം വളരെ വിശേഷപ്പെട്ട ഒരു ഭാഗമാണ്, ഏറ്റവും വിശേഷപ്പെട്ടത് എന്ന് തന്നെ പറയാം. 11-ാമത്തെ സ്കന്ധമാണ് മുക്തിസ്കന്ധം. ആ മുക്തിസ്കന്ധത്തിൽ നമ്മൾ 12-ാമത്തെ അധ്യായത്തിലേക്ക് കിടക്കുകയാണ്. ഇതുവരെ പറഞ്ഞ് അവസാനിപ്പിച്ചത് 11 അധ്യായങ്ങൾ. 11-ാമത്തതാണല്ലോ നിർത്തിയത്. അതിലെന്താ കൃഷ്ണൻ പറഞ്ഞത്? ഭക്തിയോഗം കൊണ്ട് മാത്രമേ എന്നെ സമീപിക്കാനോ എന്നോടുകൂടി ചേരാനോ പറ്റുള്ളൂ. പക്ഷേ എങ്ങനത്തെ ഭക്തിയോഗം? സത്സംഗം നയിക്കുന്നതായ ഭക്തിയോഗം. അപ്പം സത്സംഗത്തിന് വലിയൊരു വിലയാണ്.
ശ്രീമദ് ഭാഗവതം അടിതൊട്ട് മുടി വരെ സത്സംഗത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നതാണ്. എന്തിനേറെ പറയുന്നു, കപിലൻ ഒരു കുട്ടി മകൻ ദേവഹൂതി അമ്മയ്ക്ക് ഉപദേശിക്കുന്ന രംഗമാണ് 3-ാം സ്കന്ധത്തിൽ നാം കടന്നു പോകുന്നത്. എന്താ ഇതിനർത്ഥം? നമ്മുടെ ഭാരതത്തിലുള്ള എല്ലാം വിശേഷപ്പെട്ടതാണ്. ഒരു മകൻ എനിക്ക് തത്വോപദേശം നൽകി എനിക്ക് മോക്ഷം നൽകാവുന്ന തരത്തിൽ ഒരു മകൻ വേണം എന്ന് പറഞ്ഞ ദേവഹൂതി തൻ്റെ ഭർത്താവിനോട് അപേക്ഷിച്ചു. അതേപോലെ ഒരു കുട്ടി ഉണ്ടായി കപിലൻ. അദ്ദേഹത്തിനെ കപിലമുനി, കപിലദേവൻ എന്നൊക്കെയാണ് പറയുക. മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടാണ് കപിലിനെ കണക്കാക്കുന്നത്. കപില ഭഗവാൻ എന്നൊക്കെ പറയും. ആ കപിലനാണ് അമ്മയ്ക്ക് ഉപദേശിക്കുന്നത്. ഒരു കുട്ടി അമ്മയ്ക്ക് തത്വോപദേശം ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധാരണ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണോ? അമ്മ അത് മുഴുവനും ഉൾക്കൊണ്ടു. ഉപദേശം കഴിഞ്ഞ് കപിലൻ്റെ പാട്ടിൽ പോയി. ദേവഹൂതി ഒരു മുനിനിഷ്ഠയോടുകൂടി ഒരു സ്വാമിനിയായി കഴിച്ചുകൂട്ടി. ഇതൊക്കെയാണ് നമ്മൾ കേട്ടിട്ടും അറിഞ്ഞിട്ടുമുള്ളത്. അപ്പോൾ സത്സംഗം എന്ന് പറഞ്ഞാൽ സത്തായിട്ടുള്ളതെന്തോ അതിന് വേണ്ടതുപോലെ ഉപദേശിച്ച് വിവരിച്ചു കൊടുത്ത് ശ്രോതാവിന് മനസ്സിലാക്കത്തക്ക വിധത്തിൽ എന്തെല്ലാം വിവരണങ്ങളുണ്ടോ, വ്യാഖ്യാനങ്ങളുണ്ടോ, ഉദാഹരണങ്ങളുണ്ടോ, കൂടുതൽ വിവരണങ്ങളുണ്ടോ ഒക്കെ നൽകി ശ്രോതാവിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് അതിലുള്ള മാലിന്യങ്ങളും ഇടുക്കങ്ങളുമെല്ലാം നീക്കി ബുദ്ധിയെ പ്രകാശം നൽകി ഉത്തേജിപ്പിച്ച് ബുദ്ധി മനസ്സും കൂടി ഒരു നല്ല യോഗം സംഭവിക്കണം. എന്നിട്ടൊരു അനുഭവാത്മകമായ ഒരു സിദ്ധി ആൾക്ക് കിട്ടണം. ഇതാണ് സത്സംഗത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾ സത്സംഗം എന്ന് പറയുമ്പോൾ ഉള്ളതൊക്കെ സത്സംഗമാണ്. ഇപ്പോൾ ഭാഗവതം സപ്താഹം കേൾക്കുന്നതും സത്സംഗമാണ്, രാമായണം കേൾക്കുന്നതും സത്സംഗമാണ്. നല്ല കാര്യങ്ങളാണല്ലോ പറയുന്നത്. എന്നാൽ ശ്രീമദ് ഭാഗവതം ഉദ്ദേശിക്കുന്ന സത്സംഗം എന്താ? മനുഷ്യൻ്റെ മനസ്സിനെ മുക്തി എന്ന് പറയുന്ന പദത്തിൽ കൊണ്ടെത്തിക്കുന്നതായ എന്ത് ഉപദേശമോ അല്ലെങ്കിൽ നയനിർദ്ദേശങ്ങളോ ഉണ്ടോ അതാണ് സത്സംഗത്തിൻ്റെ ഉദ്ദേശം. ആ സത്സംഗത്താൽ നയിക്കപ്പെടുന്നതായ ഭക്തിയോഗം, അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് വരാൻ പറ്റുക, ബാക്കിയൊന്നുമല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ശ്രീകൃഷ്ണൻ സ്വയം തന്നെ പറയുകയാണ്, ഏറ്റവും രഹസ്യമായിട്ടുള്ള കാര്യം ഉദ്ധവ ഞാൻ ഉദ്ധവന് പറഞ്ഞു തരാം എന്ന് പറഞ്ഞാണ് 12-ാമത്തെ അധ്യായം തുടങ്ങുന്നത്. ശ്രീ ഭഗവാനുവാച നരോധയതി മാം യോഗോ ന സാഖ്യം ധർമ്മയേവ ച ന സ്വാധ്യായസ്തപസ്ത്യാഗോ നേഷ്ടാപൂർത്തം ന ദക്ഷിണ വ്രതാനി യജ്ഞശ്ചന്ദാംസി തീർത്ഥാനി നിയമാ യമാഃ യഥാവരുന്ധേ സത്സംഗഃ സർവസംഗാപഹോ ഹി മാം. 2 ശ്ലോകത്തിൽ മുഴുവനും അങ്ങോട്ട് വിവരിച്ചു. ഈ സത്സംഗം എന്ന് പറയുന്നത് എന്താ? എല്ലാ വിധത്തിലുള്ള സംഘത്തെയും ഉന്മൂലനം ചെയ്ത് മനുഷ്യൻ്റെ മനസ്സിനെ നിർമുക്തമാക്കുന്നതാണ്. ഒരു ഭാഗത്ത് പരമപാവനമാക്കുന്നു, മറുഭാഗത്ത് പരമസന്തുഷ്ടമാക്കുന്നു, പരമമുക്തമാക്കുന്നു. അതാണ് സത്സംഗത്തിൻ്റെ പ്രഭാവം. സത്സംഗത്തിൽ എവിടെയാ കടലാസും പെൻസിലും ഒക്കെ ഉണ്ടോ? ഇല്ല. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നു, ഏഷ്യാനെറ്റ് ചാനലിലൂടെ ലക്ഷോപലക്ഷം ജനങ്ങൾ നിങ്ങൾ കാണുന്നു, കേൾക്കുന്നു. ശരിയായിട്ടുള്ള സത്സംഗത്തിൽ സത്തറിയുന്ന ഒരാൾ പൃച്ഛകനെ നോക്കി സംസാരിക്കുക മാത്രമേ ഉള്ളൂ. കൂട്ടത്തിൽ 10, 25, 50, 250 ആളിരുന്നാൽ നന്ന്. ഒരാൾ പറഞ്ഞാൽ ഉച്ചഭാഷണിയൊന്നും ഇല്ലാതെ പറഞ്ഞാൽ എത്ര ആൾക്ക് കേൾക്കാമോ അത്രയും ആളുകളെ അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ, അത്രേ ഇരിക്കാറുള്ളൂ. അങ്ങനെയുള്ള സത്സംഗത്തിൽ ആ പൃച്ഛകൻ അല്ലെങ്കിൽ ജിജ്ഞാസു അയാളുടെ മുഖത്തിനെ നോക്കിക്കൊണ്ടാണ് സംസാരിക്കുക. ആ ആൾ എന്തെങ്കിലും ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടാവും. ആ ചോദ്യത്തെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് വ്യാഖ്യാനങ്ങളും വിവരണങ്ങളും നൽകി ആ ആളുടെ കർണപുടങ്ങളിലൂടെ ഹൃദയത്തിലും മസ്തിഷ്കത്തിലും ഇറങ്ങി സ്ഥാനം പിടിച്ച്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വെള്ളത്തിൽ പാല് കുറേശ്ശെയായി ഒഴിച്ചാൽ വെള്ളം പാലാകുന്നത് പോലെ ആ മനസ്സ് നിർമുക്തമായി തീരും ശ്രോതാവിൻ്റെ. ഇതാണ് സത്സംഗത്തിൻ്റെ ഉദ്ദേശം. ആ സത്സംഗത്തിനെ പറ്റി പറയുകയാണ്. നരോധയതി മാം യോഗോ ന സാഖ്യം ധർമ്മയേവ ച ന. ആ നിഷേധാത്മകത്തോടു കൂടി തുടങ്ങുക. എന്നെ രോധിക്കാനായി, പിടിച്ചു കെട്ടാനായി യോഗം എന്ന് പറയുന്ന അഭ്യാസമുറയുണ്ടല്ലോ. എന്താണ് ഈ യോഗം? ആത്മബലമുള്ളവരെ യോഗാനുഷ്ഠാനത്തിന് പുറപ്പെടുള്ളൂ എന്നാണ് വെച്ചിരിക്കുന്നത്. ചമ്രം പടിഞ്ഞങ്ങോട്ട് ഇരിക്കുക, അല്ലെങ്കിൽ പത്മാസനത്തിലോ ശുദ്ധാസനത്തിലോ ഇരിക്കുക. ഇരുന്ന് കണ്ണടയ്ക്കുക, നട്ടെല്ല് നിവർത്തി നിർത്തുക, നട്ടെല്ലും കഴുത്തും തലയൊക്കെ ഒരൊറ്റ ലൈനിൽ സ്ട്രെയിറ്റ് ആക്കിയിട്ട് നിർത്തുക, കണ്ണടയ്ക്കുക, കൈ രണ്ടും വേണമെങ്കിൽ കാൽമുട്ടിൻ്റെ മീതെ ഇങ്ങനെ വയ്ക്കുക ചിന്മുദ്രയോടുകൂടി. എന്നിട്ട് മനസ്സിനെ പിടിച്ച് നിർത്താനുള്ള ഒരു പരിശ്രമമാണ് ഈ യോഗം എന്ന് പറഞ്ഞാൽ. അതിന് നമ്മെ സഹായിക്കാനായി കൂട്ടുപിടിക്കാനായിട്ട് എന്തുണ്ട്? ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഗതി. സാധാരണ ഈ ശ്വാസവും നിശ്വാസവും അകത്തേക്ക് എടുക്കുന്നതും പുറത്തേക്ക് എടുക്കുന്നതും ഉണ്ടല്ലോ.
ഇത് ഒരു കൃത്യമോ ഒരു സിമെട്രിയോ ഒന്നുമില്ല അതിൽ. പുറത്തേക്ക് വിടുമ്പോൾ വേഗം വിടും, അകത്തേക്ക് എടുക്കുമ്പോൾ കുറച്ച് കുറയും. അങ്ങനെയൊന്നും അല്ലാതെ അകത്തേക്ക് എടുക്കുന്നതും പുറത്ത് വിടുന്നതിനും ഒരു ക്രമീകരണം കൊണ്ടുവരിക. ഒന്നിലോ അത് തുല്യമാക്കുക, അല്ലെങ്കിൽ ഒന്നിൻ്റെ ഇരട്ടി മറ്റതാക്കുക. ഇങ്ങനെ പലതരത്തിലുള്ള നിയന്ത്രണം ചെലുത്തിക്കൊണ്ട് വേണം ശ്വാസോച്ഛ്വാസം നടത്താൻ. ആ നിയന്ത്രണത്തിന് തന്നെ മനസ്സ് വേണം പ്രയോഗിക്കാൻ. അപ്പോൾ ശ്വാസോച്ഛ്വാസം എന്ന് പറഞ്ഞാലും അതുകൊണ്ട് നിയന്ത്രിതമായി തീരുന്നത് നമ്മുടെ മനസ്സാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മനസ്സിൽ നേരിട്ട് പ്രവേശിക്കുക. എന്നിട്ടോ ചിത്തത്തിൽ ഉദിക്കുന്നതായ വൃത്തികൾ, വ്യാപാരങ്ങളുണ്ടല്ലോ, ആ വ്യാപാരങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ചു കൊണ്ടുവന്ന്, സമീകരിച്ചു കൊണ്ടുവന്ന്, ലഘൂകരിച്ചു കൊണ്ടുവന്ന്, അതിൻ്റെ കനം ഭാരം ഒക്കെ കുറച്ച്, അവസാനം വേഗതയും കുറച്ച്, അവസാനം ഇല്ലാതെയാക്കി തീർക്കുക. എന്തു വന്നു ഇവിടെ? അവനവൻ ഒരു സ്ഥലത്തിരുന്ന് മനസ്സിനെ നിയന്ത്രിച്ച് മനസ്സിലുള്ള ചിന്തകളൊക്കെ അസ്തമിക്കുന്നതാണ് ഈ യോഗത്തിൻ്റെ സിദ്ധി. അതിനെല്ലാവരും പുറപ്പെടാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ പുറപ്പെടുന്നവരോ ഒരു നിലയ്ക്ക് ആത്മബലമുള്ളവരും ഇച്ഛാശക്തി ഉള്ളവരുമാണ്. അങ്ങനെയുള്ള ഇച്ഛാശക്തി ഉള്ളവർ അനുധാവനം ചെയ്യുന്നതായ യോഗം കൊണ്ട് എന്നെ പിടിച്ച് കെട്ടാൻ പറ്റും, എൻ്റെ അടുത്ത് വരാൻ പറ്റുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട എന്ന് പറയാം. നരോധയതി മാം യോഗോ ന സാഖ്യം ധർമ്മയേവച. സാഖ്യം എന്ന് പറഞ്ഞാൽ തത്വവിചാരം, പരമാത്മാവിനെക്കുറിച്ച് പല ആശയങ്ങളും ആവിഷ്കരിച്ച് ഇപ്പോൾ ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായത്തിന് സാഖ്യയോഗം എന്നാ പറയുക. തുടക്കത്തിൽ തന്നെ എന്താ പറഞ്ഞത് കൃഷ്ണൻ? അശോച്യാൻ അന്വശോചഹ എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. എന്താ അതിനർത്ഥം? അർജുനൻ കരയാണല്ലോ. ആരെ നോക്കി? ഭീഷ്മരെയും ദ്രോണരെയും സ്വജനങ്ങളെയും നോക്കി. തടുക്കുവയ്യാത്ത കണ്ണീര്, മനസ്സിന് വല്ലാത്ത സങ്കടം, ബുദ്ധിക്ക് കോളിളക്കം, ഗാണ്ഡീവം കയ്യിൽ നിന്ന് വഴുതി വീണു, നിൽക്കാൻ വയ്യാതെ കുഴഞ്ഞ അർജുനൻ തേർത്തടത്തിൽ ഇരിപ്പായി. അങ്ങനെയുള്ള ഒരു അർജുനൻ, അദ്ദേഹത്തിനോട് ആദ്യമായിട്ട് കൃഷ്ണൻ പറയണത് എന്താ? അർജുനൻ ആരെക്കുറിച്ച് കരയുന്നുവോ അവരെക്കുറിച്ച് കരയേണ്ട ആവശ്യമില്ല എന്ന്. ഭീഷ്മരുടെയും ദ്രോണരുടെയും മുഖത്ത് നോക്കൂ, വല്ല വാട്ടമുണ്ടോ? ഇല്ല. കരയുന്നുണ്ടോ? ഇല്ല. അവരുടെ അമ്പും വില്ല് എവിടെയാ? താഴത്തോ അതോ കയ്യിലോ? കയ്യിലാണ്. അവർ യുദ്ധം ചെയ്യാൻ തയ്യാറല്ലേ? അത് അവർ നോക്കിയിട്ട് അർജുന, പൗത്രനായിരിക്കുന്ന അർജുനൻ എന്തിനു കരയണു? അവർക്ക് കരച്ചിലില്ലെങ്കിൽ അർജുനൻ കരയുന്നതിൽ അർത്ഥമുണ്ടോ? അപ്പൊ തെറ്റെവിടെയാ? തന്നിലാണ് തെറ്റ്. ഈ ഒരു വാക്കങ്ങോട് പറഞ്ഞപ്പോണ്ടല്ലോ അർജുനനെ ആലോചിക്കാൻ നിവൃത്തിയില്ല എന്നുള്ള നില വന്നു. ഞാൻ കാരുണ്യം കൊണ്ടും സ്നേഹം കൊണ്ടും ദയവ് കൊണ്ടുമാണ് കരയണത് എന്ന അർജുനന്റെ ധാരണ. അത് ദയവല്ല, ദുർബലതയാണ്, മനസ്സിന് ഇരുത്തമില്ലാത്തത് കൊണ്ടാണ്, വിശേഷബുദ്ധിയുടെ കുറവാണ്. വിശേഷബുദ്ധിയുള്ളവരാണ് ഈ ഭീഷ്മരും ദ്രോണരും. അർജുനനോ അത് ഒരു പൊടി പോലും ഇല്ല. അതങ്ങോട്ട് പറഞ്ഞപ്പോൾ നേരെ വിപരീതമായി, ആലോചിക്കാൻ നിർബന്ധിതനായി. എന്നിട്ട് പറഞ്ഞത് എന്താ? നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഃ നചൈവന ഭവിഷ്യാമഃ സർവേ വയമതഃ പരം. അർജുന നല്ല പോലെ കേട്ടോളൂ. പണ്ഡിതന്മാർ എല്ലായിടത്തും ഒരു സമബുദ്ധിയുള്ളവരാണ്. മരിച്ചവര് മരിക്കാത്തവര് എന്ന് 2 പേരുണ്ടെങ്കിൽ, കണ്ണിന്റെ മുൻപിൽ ഉണ്ടെങ്കിലും അവരുടെ മനസ്സിന്റെ മുൻപിൽ 2 പേരോടും സമഭാവമാണ്. ഇവിടെ മരിച്ചവരാണല്ലോ എന്നും കൂടുതൽ, ജീവിച്ചിരിക്കുന്നവർ കുറവാണല്ലോ. ആ ജീവിച്ചിരിക്കുന്നവരെന്താ ചെയ്യണത്? ഓരോ ദിവസം ചെല്ലുന്തോറും മരിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസവും വാസ്തവത്തിൽ ജന്മദിനത്തിൽ നിന്ന് അകന്നതും മരണദിനത്തിനോട് അടുക്കുന്നതുമാണ്. എന്നിട്ടാണ് നാം ഒരു കൊല്ലം കഴിഞ്ഞാൽ പിറന്നാൾ കൊണ്ടാടുന്നത്. ഈ പിറന്നാൾ പിന്നെ രണ്ടാമത് വരുമോ? വരില്ല. വരുന്നുണ്ടെങ്കിൽ മരണ സമീപന ദിനമാണത്. നമ്മൾ പിറന്നാളെന്ന് പറഞ്ഞ് കൊണ്ടാടുന്നു. അപ്പോൾ വാസ്തവത്തിൽ ഇവിടെ സത്യം എന്താ? ഒരേപോലെ എല്ലാറ്റിനെയും കാണണം. ഒരേപോലെ കാണണമെങ്കിൽ അതിനെന്താ വഴി? നത്വേവാഹം ജാതുനാസം. അർജുനന്റെ വിചാരം എന്താ? ദേവകി പ്രസവിച്ചപ്പോഴാണ് കൃഷ്ണൻ പുറത്തു വന്നത് എന്ന്. എന്നാ സത്യം അങ്ങനെയല്ല. കൃഷ്ണന്റെ ശരീരത്തിന് ദേവകി പ്രസവിച്ചു എന്നുള്ളത് ശരിയാണ്. ആ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ജീവനാണല്ലോ ഈ ശരീരത്തിനെ പ്രവർത്തിപ്പിച്ച് സചേതനമാക്കി നിർത്തുന്നത്. ആ ജീവൻ ഒരു കാലത്തും ഇല്ലാതെ ഇരുന്നിട്ടില്ല. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? നത്വേവാഹം ജാതുനാസം. ഞാൻ ഒരു കാലത്തും ഇല്ലാതെ ഇരുന്നിട്ടില്ല അർജുന. ഞാൻ മാത്രമാണോ അങ്ങനെ? അല്ല. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഃ. ഞാൻ എങ്ങനെയോ അതുപോലെ തന്നെ അർജുനനും ഒരു കാലത്തും ഇല്ലാതെ ഇരുന്നിട്ടില്ല. ഈ ഭീഷ്മരും ദ്രോണരും ഇല്ലാതെ ഇരുന്നിട്ടില്ല. ആരും ഇല്ലാതെ ഇരുന്ന ഒരു കാലമില്ല. ഇല്ലാത്തത് ഉണ്ടാവുമോ? നമ്മളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മുമ്പ് ഉണ്ടായിരുന്നിരിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടാവാൻ പറ്റില്ല.
ഉണ്മ എന്നുള്ളത് അങ്ങനെ അനുന്മയാവാൻ പോകുന്നതല്ല. നചൈവന ഭവിഷ്യാമഹ, ഒരു കാലത്തും നാം ഇല്ലാതെ ഇരിക്കാനും പോണില്ല. അസ്തിത്വം, നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ ആ നിലനിൽപ്പ് ഇല്ലാതെയാവുന്ന ചോദ്യമേ ഇല്ല. നിലനിൽക്കുന്നുണ്ടോ എന്നും നിലനിൽക്കും, ഇല്ലെങ്കിലോ ഒരു കാലത്തും നിലനിൽക്കില്ല. അപ്പം ജീവിച്ചിരിക്കുന്ന ഒരാളെ നോക്കി ഈ ആള് പോകൂലോ എന്ന് പറയുന്നത് വലിയ തെറ്റാണ്. ഈ നിലനിൽപ്പിന് അർത്ഥമറിയാത്തവനാണ്. ഇതാണ് സാഖ്യം. എന്താ ഇതിൽ സാഖ്യം? ആ ഉണ്മ അല്ലെങ്കിൽ അസ്തിത്വം അല്ലെങ്കിൽ നിലനിൽപ്പ് എന്ന് പറയുന്ന ആ സങ്കല്പമുണ്ടല്ലോ, ആ പ്രത്യയം, ആ പ്രത്യയത്തിനെ തൊടുത്തുവിട്ട് അതിന് അർത്ഥവും ആശയവും കൽപ്പിച്ച് ചിന്തിപ്പിക്കുന്നതാണ് ഈ സാഖ്യയോഗം എന്ന് പറഞ്ഞാൽ. ആലോചനയ്ക്ക് വിധേയമാകുന്നത്, ബുദ്ധി കൊണ്ട് പ്രയോഗിച്ച് കണ്ടുപിടിച്ച് മനസ്സിലാക്കി പോകണം. ഒരു വടി കുത്തിപ്പിടിച്ച് കുന്നിൻ്റെ മുകളിൽ കയറുന്നത് മാതിരി ഈ പ്രത്യയങ്ങളെ വച്ച്, ആധാരങ്ങളെ വെച്ചുകൊണ്ട്, സങ്കല്പങ്ങളെ വെച്ചുകൊണ്ട് ചിന്തിച്ച് ചിന്തിച്ച് മുന്നേറി അവസാനത്തെ പതനം വരെ എത്തിച്ചേർന്നതാണ് ഈ സാഖ്യയോഗം. ആ സാഖ്യയോഗം എന്നെ കണ്ടുപിടിക്കാൻ പൂർണ്ണമായിട്ട് ഉപയുക്തമല്ല. ധർമ്മയേവച, ചെറുപ്പം മുതൽക്ക് തന്നെ ധാർമ്മികമായിട്ടേ ജീവിച്ചിട്ടുള്ളൂ, അധർമ്മം ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ധർമാചരണത്തിൽ പൂർണ്ണ വ്യഗ്രത ഉണ്ടെങ്കിൽ പോലും എന്നെ കിട്ടാൻ വിഷമാണ്. ന സ്വാധ്യായ തപഃ ത്യാഗഃ. ഇനി വേദാധ്യയനം നമ്മുടെ രാജ്യത്ത് വളരെ വിശേഷ. ഉദാത്താനുദാത്തങ്ങൾ പോകാതെ മുഖസ്ഥമാക്കി വേദം പഠിക്കുക. അവിടെ പുസ്തകത്തിൻ്റെ സഹായമൊന്നും ഉണ്ടാവില്ല. ആചാര്യൻ പറഞ്ഞു തരുന്നത് കേട്ട് 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 തന്നെ പഠിക്കണം. അതിൽ ഒരു ഉദാസീനതയ്ക്കും സ്ഥാനമില്ല. 10 കൊല്ലമൊക്കെ വേണ്ടി വരും. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഒരു വേദം പഠിക്കാനായിട്ട് ഒരു 4 മണിക്കൂർ 5 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് ഒരു ദിവസം പഠിക്കണം. അതെങ്ങനെ? ഉറക്ക ഉരുവിട്ട് പഠിക്കണം, കണ്ണുകൊണ്ട് നോക്കി വായിക്കലല്ല. 5-6 മണിക്കൂർ നേരം ചൊല്ലണം എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണോ അത്? ഒരു 50 കിലോമീറ്റർ നമുക്ക് നടക്കാൻ സാധിച്ചു എന്ന് വരും. 5 മണിക്കൂർ ചൊല്ലുക എന്ന് വെച്ചാൽ അതിലും ശക്തി കൂടുതലാണ് വേണ്ടത്. അങ്ങനെ ഉരുവിട്ട് പഠിച്ച് സ്വാധ്യായം നടത്തുന്ന കൂട്ടരുണ്ടല്ലോ, ആ സ്വാധ്യായം കൊണ്ടോ ഇനി തപസ്, പലതരത്തിലുള്ള തപസ്സാണ്. ആ തപസ്സിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താലോ ത്യാഗ, കയ്യിലുള്ളതൊക്കെ വാരിക്കോരി കൊടുത്തു എന്നുണ്ടെങ്കിലോ പോരാ. നേഷ്ടാപൂർത്തം, വേദങ്ങൾ വിധിക്കുന്നതായ വൈദിക കർമ്മങ്ങൾ, അഗ്നികർമ്മങ്ങളടക്കമെല്ലാം സമാജത്തിന് സഹായകമാകുന്നതായ പൂർത്തകർമ്മങ്ങൾ എന്തെല്ലാം ഉണ്ടോ അത് ചെയ്താലും ന ദക്ഷിണ, വാരിക്കോരി ദക്ഷിണ കൊടുത്തു. ആർക്ക്? ഋത്വിക്കുകൾക്ക്. എന്നാലോ പോരാ. അശ്വമേധയാഗം നടത്തിയത്രേ. ആര്? ദശരഥ ചക്രവർത്തി. കാരണം 3 പത്നിമാരുണ്ടായിട്ടും ശാന്താന്നൊരു പുത്രി ഉണ്ടായതിനു ശേഷം ഒരാളും ഗർഭം ധരിച്ചില്ല. അപ്പം മനുഷ്യമാർഗത്തിലുള്ളതൊക്കെ അവസാനിച്ചപ്പോൾ ദശരഥൻ വിട്ടില്ല. ഈ ലോകം മുഴുവനും രചിച്ചത് ഈശ്വരനാണല്ലോ, ഒരു പരമാത്മ പ്രഭാവമാണല്ലോ. ആ പ്രഭാവത്തെ നാം ഉറ്റുനോക്കാം. അതിനുള്ള വഴി എന്താ? 1 കൊല്ലം കഷ്ടപ്പെട്ട് സംഭാരങ്ങളും ഒരുക്കങ്ങളും എല്ലാം ആക്കിയതിന് ശേഷം ആ 1 കൊല്ലത്തിന് ശേഷം അശ്വമേധയാഗം നടത്തുക എന്ന് തീരുമാനിച്ച് അശ്വമേധയാഗം നടത്തി. വസിഷ്ഠരും ബാക്കിയുള്ളവരുമാണ് അത് വേണ്ടതുപോലെ നടത്തിപ്പിച്ചു കൊടുത്തത്. ആ അശ്വമേധയാഗം നടത്തി സന്തോഷമായി. ആർക്ക്? ദശരഥ ചക്രവർത്തിക്ക്. അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞു അത്രേ, ഞാനൊരു കാര്യം തീരുമാനിക്കുന്നുണ്ട്. എൻ്റെ അയോധ്യ രാജ്യത്തെ 4ആയിട്ട് പങ്കിടാൻ പോവാ. എന്നിട്ട് അതിൽ ഓരോ പങ്ക് ഋത്വിക്കുകളായിരിക്കുന്ന നിങ്ങൾക്ക് തരികയാണ്. ബ്രഹ്മാവ് വിധിച്ചിട്ടുള്ള ഏറ്റവും വലിയ ദക്ഷിണയാണത്. നിങ്ങൾ സന്തോഷിക്കണം, അതാണ് എനിക്ക് ആവശ്യം. ഇത് 4ഉം കൊടുത്താൽ ദശരഥൻ എവിടെയാ പിന്നെ ജീവിക്കുക എന്ന് വരെ അദ്ദേഹം ആലോചിച്ചില്ല. ആ അശ്വമേധയാഗം നിർവഹിച്ചു തന്നുവല്ലോ എന്നുള്ള കൃതാർത്ഥത, അതിൽ തനിക്ക് അനുഭവപ്പെട്ട സന്തുഷ്ടിയും സാഫല്യവും സൗഭാഗ്യവും ഇതെല്ലാം കൂടി അയോധ്യ രാജ്യത്തെ തന്നെ പങ്കുവെച്ച് 4 ഋത്വിക്കുകൾക്ക് കൊടുത്തു. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ എന്താണാവും വിചാരം? ഉടനെ വസിഷ്ഠ മഹർഷി എന്തു പറഞ്ഞു എന്നറിയോ? ഇതാണ് നമ്മുടെ പാരമ്പര്യം. കൊടുക്കാൻ അവിടെ ഒരു ദശരഥ ചക്രവർത്തി. നിങ്ങളൊക്കെ അങ്ങനെ ആവുമോ? ആലോചിച്ച് നോക്കിക്കോളൂ. അതോ ദശരഥൻ്റെ ചരിത്രം കേൾക്കലേ ഉള്ളൂ. ഇവിടെ കയ്യിൽ ഒരു 2 ലക്ഷം ഉറുപ്പിക ഉണ്ടെങ്കിലും അതിൽ നിന്ന് 150 എടുത്ത് അങ്ങോട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് വലിയതാണ്. നോട്ട് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കും ചിലർ. എൻ്റെ അടുത്ത് നമ്മുടെ ആശ്രമത്തിൽ വരുന്ന ഒരു വെറ്ററിനറി ഡോക്ടറുണ്ട്, നല്ല ആളാണ്. അപ്പം അദ്ദേഹം ഇവിടെ വന്ന് ചികിത്സിക്കാറുണ്ട്. ഒരു ദിവസം ഞങ്ങൾ എന്തോ സംസാരിച്ചപ്പോൾ തൃശ്ശൂരിൽ ഒരു മനുഷ്യ ഡോക്ടറുണ്ട് അത്രേ. ആ മനുഷ്യ ഡോക്ടറുടെ അടുത്ത് പോയപ്പോൾ ഈ വെറ്ററിനറി ഡോക്ടർ നല്ലൊരു ഡോക്ടറാണ് അദ്ദേഹം, ബെസ്റ്റ് ക്ലിനിക്കൽ എക്സ്പെർട്ടാണ്. അവിടെ വിളിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പൈസ കൊടുക്കാൻ എന്താ തരേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ കയ്യിൽ പൈസ ഉണ്ടെത്തന്നെ അതിങ്ങനെ തിരിച്ചും മറിച്ച് എണ്ണി അവസാനം മുഷിഞ്ഞ നോട്ടെടുത്ത് അങ്ങോട്ട് കൊടുത്തു അത്രേ. അപ്പോൾ അവർ തമ്മിൽ സംസാരിച്ച ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഞാനിവിടെ പറഞ്ഞാൽ അതത്ര നന്നായിരിക്കില്ല, അതുകൊണ്ട് മിണ്ടില്ല. അപ്പം അദ്ദേഹം പറയുകയാണ്, സ്വതവേ ഒരു മനുഷ്യ ഡോക്ടറാണ്, ധാരാളം കാശ് പേഷ്യൻസിനടുത്ത് മേടിക്കുന്ന ആളാണ്. താൻ വിളിച്ച ഒരു ഡോക്ടർക്ക് കാശ് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വലിയൊരു പിടുത്തം.
അപ്പം അദ്ദേഹം പറഞ്ഞു അത്രേ, എനിക്ക് കാശൊന്നും വേണ്ട, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കില്ല, ഒരു വിരോധമില്ല, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അത്രേ. എന്താ അതിൻ്റെ കാര്യം? അപ്പം കയ്യിലുണ്ടായാൽ മതിയോ? കൊടുക്കണം എന്നൊരു തോന്നൽ വേണം. ഈ പിശുക്ക് വെച്ചുകൊണ്ട് നിങ്ങൾ എവിടെയാണ് പോണത്? മരിച്ചതിന് ശേഷം നെഞ്ഞത്ത് നിങ്ങളുടെ നോട്ടും ചെക്കും ഒക്കെ അങ്ങോട്ട് നെഞ്ഞത്ത് വെച്ച് ദഹിപ്പിക്കുന്ന പറയേണ്ടത് എല്ലാവരും. കയ്യിലുള്ള മോതിരവും കൂടി ഊരിക്കൊണ്ടുപോകും, ഒരെണ്ണം ബാക്കി വരില്ല. അപ്പോൾ ഈ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളതല്ല. ദശരഥ ചക്രവർത്തിയോ കയ്യിലുള്ള രാജ്യ പങ്കുവെച്ച് അങ്ങോട്ട് കൊടുത്തത്. ഇത് കൊടുക്കാൻ ഉദാരബുദ്ധിയുള്ള ഒരു രാജാവ്. അത് മേടിച്ചത് ആരാ? വസിഷ്ഠ മഹർഷിയാന്ന് നിങ്ങൾ ഓർക്കണം. മേടിക്കുകയല്ല, വസിഷ്ഠ മഹർഷിയെ ഉദ്ദേശിച്ച് കൊടുത്തതാണ്. വസിഷ്ഠ മഹർഷി അവിടെ നിന്ന് പറഞ്ഞു അത്രേ, മഹാരാജാവേ, അങ്ങ് ഈ തരണം എന്ന് ഉദ്ദേശിച്ചതും തന്നു എന്ന് പറഞ്ഞതും വളരെ ശ്ലാഘനീയമാണ്, ഞങ്ങളൊക്കെ അതിൽ സന്തുഷ്ടരാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ രാജ്യം എന്ന് പറയുന്നത് ബ്രാഹ്മണരുടെ കയ്യിൽ ഉണ്ടാവേണ്ടതല്ല. അത് പ്രബലമായ ക്ഷത്രിയ ഹസ്തങ്ങളിൽ വേണം നിൽക്കാൻ. അതുകൊണ്ട് ഈ രാജ്യം ഞങ്ങൾ തിരിച്ചു തരണു, അങ്ങ് തന്നെ പ്രജകൾക്ക് ക്ഷേമം വരത്തക്ക വിധത്തിൽ പരിപാലിക്കൂ. ഞങ്ങൾക്ക് നാമമാത്രം എന്തെങ്കിലും സ്വർണമോ അല്ലെങ്കിൽ നാണയങ്ങളോ ആയി വല്ലതും തന്നാൽ മതി, ഉപജീവനത്തിന് സഹായിക്കാവുന്ന തരത്തിൽ. ഞങ്ങൾക്ക് ഈ രാജ്യം വേണ്ട എന്ന് പറഞ്ഞു അത്രേ. പ്രേക്ഷകരെ, ഇതാണ് ഭാരതത്തിൻ്റെ സംസ്കാരം. നാം ഒരു കാലത്തും പണത്തിൻ്റെ പിന്നാലെ പോയിട്ടില്ല, വസ്തുവകകളുടെ പിന്നാലെ പോയിട്ടില്ല. അതിൽ നമുക്ക് സമാധാനമോ ശാന്തിയോ സംതൃപ്തിയോ ഉണ്ടോ എന്നുള്ള വിചാരം സ്വപ്നത്തിൽ പോലും ഭാരതീയനില്ല. ഇവിടെ ഉള്ളതൊക്കെ വിട്ടിട്ട് പോകാനുള്ളതാണ്, കൊണ്ടുപോകാനുള്ളത് ഒന്നുമില്ല. നിങ്ങളുടെ മക്കളാകട്ടെ, കുട്ടികളാകട്ടെ, വസ്ത്രമാകട്ടെ, അലമാറകളാകട്ടെ, സോഫ സെറ്റുകളാകട്ടെ, വാടകയ്ക്ക് കൊടുത്ത കെട്ടിടങ്ങളാകട്ടെ, ഒരു വസ്തു ഇവിടെ നമുക്ക് കൊണ്ടുപോകാനില്ല, ഒക്കെ വിട്ടിട്ട് പോകാനാണ്. പോകുന്നത് വരെ അനുഭവിച്ചോളൂ. അത് അനുഭവിക്കാൻ ദൈവം തന്നു എന്നുള്ള കൃതാർത്ഥതയോടുകൂടി, കൃതജ്ഞതയോടുകൂടി വേണം നിങ്ങളത് അനുഭവിക്കാൻ. അങ്ങനെ മടക്കി കൊടുത്തു അത്രേ. എന്തിനാ ഞാനിത് പറഞ്ഞത്? നേഷ്ടാപൂർത്തം ന ദക്ഷിണ, ധാരാളം വാരിക്കോരി ദക്ഷിണ കൊടുത്തു എന്നിരിക്കട്ടെ. അതുകൊണ്ടും ദശരഥൻ മുക്തി കൈവന്നില്ല അദ്ദേഹത്തിന്. അതുകൊണ്ടാണല്ലോ രാമൻ കാട്ടിലേക്ക് പോയപ്പോൾ രാമാ രാമാന്ന് പറഞ്ഞ് പരണ്ട് വീണ് മരിച്ചത്. മുക്തി അദ്ദേഹം നേടാൻ സാധിച്ചില്ല. അശ്വമേധയാഗം നടത്തി, മക്കളുണ്ടായി. ആ ഉണ്ടായ മക്കളുടെ മഹിമ കണ്ട് ആസ്വദിച്ച് അതിന് സപ്പോർട്ടായിട്ട് നിൽക്കാൻ ദശരഥ ചക്രവർത്തിക്ക് സാധിച്ചില്ല. എന്താ കാരണം? ആ ഉൾബലമില്ലായ. ഉൾബലം വേണമെങ്കിൽ എങ്ങനെയാ? ആത്മനാ വിന്ദതേ വീര്യം വിദ്യയാ വിന്ദതേ മൃതം. തൻ്റെ ആത്മാവിൽ നിന്നാണ് അറിവും ബലവും നമുക്ക് ഉണ്ടാവുക. വേറെ ഒരു സ്ഥലത്തു നിന്നുള്ള ബലവും ശാശ്വതമല്ല, സമയത്തിന് ഉപയോഗിക്കില്ല. അർജുനൻ വല്ലാത്ത വീരനാണ്, ഗാണ്ഡീവം കയ്യിലുണ്ട്. ശിവന്റെ നെഞ്ഞത്തടിച്ചിട്ടാണ് പാശുപതാസ്ത്രം മേടിച്ചത്. അത്രയൊക്കെ പ്രബലഹസ്തനും പ്രബലദേഹനുമായിരിക്കുന്ന അർജുനൻ ഇപ്പം എവിടെയാ? ഒടിഞ്ഞു കുഴഞ്ഞ് നിൽക്കാൻ പറ്റാതെ തേർത്തട്ടിൽ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് കൃഷ്ണൻ ബലമുണ്ടാക്കി കൊടുക്കണു. എങ്ങനെ? തത്വോപദേശം വഴി. അത് മാത്രമേ നമുക്ക് ബലം തരുള്ളൂ. നേഷ്ടാപൂർത്തം ന ദക്ഷിണ വ്രതാനി യജ്ഞ ഛന്ദാംസി. ഇനി ഏകാദശി ദ്വാദശി എന്ന് തുടങ്ങി പല വ്രതങ്ങളുമുണ്ട്. ആ വ്രതങ്ങളോ യജ്ഞ, പല വിധത്തിലുള്ള യജ്ഞയാഗങ്ങൾ, ഛന്ദാംസി, വേദങ്ങൾ ഭംഗിയായി നല്ല ശബ്ദത്തിൽ അങ്ങനെ ഉയർത്തിയും താഴ്ത്തിയും ഒക്കെ ചൊല്ലുന്ന സമ്പ്രദായങ്ങൾ, തീർത്ഥാനി, പല തീർത്ഥങ്ങളും തേടിപ്പോയി അവിടെ സ്നാനം ചെയ്ത് ദേഹശുദ്ധി വരുത്തുക, നിയമായമാഹ, നമ്മുടെ ജീവിതം നിയന്ത്രിക്കാൻ വേണ്ടി യമം നിയമം എന്ന് പറയുന്നത് പല സന്ദർഭത്തിലും ഞാനിത് പറഞ്ഞിട്ടുണ്ട്. കുറേയൊക്കെ ദൈഹികമോ ഐന്ദ്രിയമോ ആയിരിക്കുന്ന നിയന്ത്രണങ്ങളാണ്, പിന്നെ മനസ്സിനും ബുദ്ധിക്കുമുള്ള നിയന്ത്രണങ്ങളാണ് ഇവയും. യഥാവരുന്ധേ സത്സംഗ സർവസംഗാപഹോ ഹിമാം. ഇതിലേതെങ്കിലും ഒന്നോ ഒന്നിലധികം ഇനങ്ങളോ എന്നെ അവരോധനം ചെയ്യാൻ, സ്വാധീനിക്കാൻ ഉതകില്ല. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? കൃഷ്ണൻ പറയുകയാണ്, എന്നെ സ്വാധീനിക്കണമെങ്കിൽ, എന്നെ സന്തോഷിപ്പിക്കണമെങ്കിൽ, ഞാൻ ഭക്തന് പൂർണ്ണമായ അനുഗ്രഹം നൽകണമെങ്കിൽ, എനിക്ക് തൃപ്തിപ്പെട്ടവനാണ്, കണ്ണിലുണ്ണി ആവണം ഭക്തൻ എന്നുണ്ടെങ്കിൽ അതിന് ഈ വക കാര്യങ്ങളൊന്നും ഉപയുക്തമല്ല. പിന്നെ ഏതാ ഉപയുക്തം? യഥാ അവരുന്ധേ സത്സംഗ, സത്സംഗം കൊണ്ട് എന്നെ എത്രത്തോളം അവരോധിക്കാൻ സാധിക്കുമോ അത്രത്തോളം ഇതുകൊണ്ടൊന്നും പറ്റില്ല. എന്താ കാരണം? സർവസംഗാപഹോഹിമാം, എല്ലാ വിധത്തിലുള്ള സംഘങ്ങളെയും ഒട്ടലുകളെയും ഈഷലുകളെയും ഒക്കെ മാറ്റി തുടച്ചു മാറ്റുന്നതാണ് സത്സംഗം. അതിൽ മാത്രമേ വെട്ടി തുറന്ന മനസ്സിൻ്റെ കാര്യങ്ങൾ മനുഷ്യർ പറയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ പൂശി 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 പറയും. നമ്മുടെ മനസ്സിനെ തൊട്ടുകൊണ്ട് വേണം സംസാരിക്കാൻ. ഓരോ വാക്ക് കേൾക്കുമ്പോഴും മനസ്സിലുള്ള മാലിന്യങ്ങൾ നീങ്ങി 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 മാറി 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 വരണം.
ക്ലാവ് തട്ടിയ ചെമ്പ് പാത്രം തേക്കുമ്പോൾ വെളുക്കുന്നുണ്ടല്ലോ, അതേമാതിരി ഈ വാക്കുകൾ അങ്ങോട്ട് കേട്ടാൽ മനസ്സ് വെളുത്ത് കൊണ്ടുവരണം. ഇതാണ് നമുക്ക് ആവശ്യം. ഈ സത്സംഗം എന്ന് പറയുമ്പോൾ തൊട്ടതൊക്കെ സത്സംഗമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. സത്ത് പ്രതിപാദിക്കാൻ പറ്റിയിട്ടുള്ള മഹാത്മാവ് ആരെങ്കിലും ഉണ്ടോ, മഹാപുരുഷൻ, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ആശ്രയബുദ്ധിയോടുകൂടി അദ്ദേഹത്തിൻ്റെ അടുത്ത് കൂടെ വേണമെങ്കിൽ താമസിക്കുക, ശുശ്രൂഷിക്കുക. ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, ഭാഗവതത്തിലും പറയുന്നുണ്ട്. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനഃ തത്വദർശിനഃ. ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളതാണ്. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ. നമുക്ക് ഈ ഭഗവത് പദം, ഭഗവാൻ എന്ന് പറയുന്ന അനുഭവം ഉണ്ടാവണമെങ്കിൽ പ്രണിപാതേന, അതിന് പറ്റിയിട്ടുള്ള സദ്ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് ആദ്യമായിട്ട് നമസ്കരിക്കൂ. പരിപ്രശ്നേന, നിങ്ങൾക്ക് പറയാനുള്ളതും ചോദിക്കാനുള്ളതും ചോദിക്കൂ. അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് നിന്ന് ഒരു വയസ്സായിട്ടുള്ള ദമ്പതിമാർ വന്നു. അതിൽ സ്ത്രീയാണ് കൂടുതൽ സംസാരിക്കുന്നത്. അവരൊരു പ്രൊഫസറാണ്, ഒരു പാത്തോളജി ഡോക്ടറാണ്. അവർ പറയുക, സ്വാമിജി പറഞ്ഞുവല്ലോ ഈ സംപ്രേഷണത്തിൻ്റെ ഇടയിൽ ആശ്രമത്തിൽ വരാം, നിങ്ങൾക്ക് എന്നെ കാണാം, സംസാരിക്കാം എന്നൊക്കെ. സാധാരണ ഞങ്ങളൊക്കെ ധരിച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആൾക്കാർ അവരുടെ അടുത്ത് പോവാനേ പറ്റില്ല, 1/2 കിലോമീറ്റർ ദൂരെ നിൽക്കേണ്ടി വരും എന്നൊക്കെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ അങ്ങനെ വിചാരിക്കുന്നത്? അങ്ങനെ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് എന്താ കാര്യം? എന്നാൽ ക്ഷേത്രത്തിൽ പോയാൽ പോരെ, ചോറ്റാനിക്കരയോ ഗുരുവായൂരോ ശബരിമലയിൽ ദർശനത്തിന് പോണമാതിരി പോയാൽ മതിയല്ലോ. ഒരു ഗുരുവിൻ്റെ അടുത്ത് പോണത് മുഖം കണ്ട് മടങ്ങി വരാനല്ല, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പാദനമസ്കാരം ചെയ്യുക, അവിടെ ഇരിക്കാനൊരു സ്ഥലം കിട്ടണം, തനിക്ക് പറയാനുള്ളത് പറയുക, അദ്ദേഹം പറയാനുള്ളത് കേൾക്കുക. അങ്ങനെ ഒരു അഭിമുഖ സംഭാഷണത്തിനാണ് പോകുന്നത്. പത്രപ്രതിനിധികൾ പോകുന്നത് പോലെയല്ല കേട്ടോ. പ്രണിപാതേന പരിപ്രശ്നേന സേവയാ, അവരോട് പരിപ്രശ്നം ചെയ്യുക, എനിക്കൊന്നും അറിയില്ല എന്ന്. കോ നാമ ബന്ധഃ കഥമേഷ ആഗതഃ കഥം പ്രതിഷ്ഠാസ്യ കഥം വിമോക്ഷഃ കോസാവനാത്മാ പരമഃ കാത്മാ തയോർവിവേകഃ കഥമേതദുച്യതാം. ശങ്കരാചാര്യർ വളരെ സ്പഷ്ടമായി പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയാൽ ചോദിക്കേണ്ട ചോദ്യം എന്താണെന്ന്. കോ നാമ ബന്ധഃ, എല്ലാവരും പറയുന്നുണ്ടല്ലോ ബന്ധം 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 എന്ന്. എന്താണ് ഈ ബന്ധം? അത് കറുപ്പോ, അത് ചുവപ്പോ, അതെവിടെയാ? മൂക്കിലോ, കണ്ണിലോ, മനസ്സിലോ? കഥമേഷാഗതഃ, നമ്മളിവിടെ ഒരു ശരീരത്തോടു കൂടി ജനിച്ചു, മനസ്സിലാണ് ബന്ധനം. ഈ മനസ്സിലുള്ള ബന്ധനം എപ്പോഴാണ് നുഴഞ്ഞു കയറിയത്? കഥം പ്രതിഷ്ഠാസ്യ, അത് കയറിയതിരിക്കട്ടെ, അതിനെ സംരക്ഷിക്കുന്നതും പരിപാലിക്കുന്നതും ആരാ? എന്താ? എനിക്ക് മനസ്സിലാവണില്ല. കോസാവനാത്മാ പരമഃക്കാത്മാ, അനാത്മ എന്നിങ്ങനെ നമ്മുടെ ശാസ്ത്രം പറയുന്നുണ്ട്. അതെന്താ? ആത്മാ എന്ന് പറയണതോ അതെന്താ? ഇങ്ങനെ 2 ഉണ്ടോ അതോ ഒന്ന് തന്നെയാണോ? ഇത് രണ്ടും തമ്മിൽ തിരിച്ചറിയുന്നത് എങ്ങനെയാ? ആ വിവേകം എന്നെനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരൂ എന്നാണ്. അപ്പോൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോകുന്നത് ദൂരെ നിന്ന് നമസ്കരിച്ച് പോരാനില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗുരുവായൂരും ശബരിമലയും ചോറ്റാനിക്കരയും മറ്റു മഹാക്ഷേത്രങ്ങളോ നല്ല ക്ഷേത്രങ്ങൾക്കൊക്കെ പോയി വന്നാൽ മതി. പ്രസാദവും കിട്ടും, പാൽപ്പായസവും കിട്ടും. ഇവിടെ നമുക്ക് മനസ്സിനും ബുദ്ധിക്കും വല്ലതും കിട്ടണമെങ്കിൽ സജ്ജനങ്ങളുടെ അടുത്ത് പോകേണ്ടി വരും. അത് തത്വജ്ഞനെ തന്നെ സമീപിക്കണം. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പരിപ്രശ്നേന സേവയാ. സേവയാ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? വേണ്ടി വന്നാൽ അവിടെ കൂടിക്കോളൂ, അദ്ദേഹത്തിനെ ശുശ്രൂഷിച്ചുകൊണ്ട്. അങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ട് കൂടുമ്പോൾ പല സന്ദർഭത്തിലും സംസാരിക്കാനുള്ള സമയം കിട്ടും. നിങ്ങൾ വന്ന സമയത്ത് സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല. ഈ തിരുവനന്തപുരത്തു നിന്ന് വന്നവരുണ്ടല്ലോ, എനിക്ക് അവരോട് കൂടി ഒരു 20-25 മിനിറ്റേ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അവർ വന്നപ്പോഴോ ഏതാണ്ട് മണി 6 ആവാറായി. അപ്പോൾ എനിക്ക് എത്ര നേരം സംസാരിക്കാൻ പറ്റും? കുളിക്കണ്ടേ? ആശ്രമത്തിൽ സത്സംഗമുണ്ട്, അത് നടത്തണമല്ലോ. അതിനവർക്ക് നിൽക്കാനും ഒഴിവില്ല. അപ്പോൾ അവർ പറയുക, എന്തിനാ ഞാനിത് പറഞ്ഞത്? അതിലത്തെ ആ പ്രൊഫസർ സ്ത്രീ പറയുകയാണ്, സ്വാമിജി ഞങ്ങൾക്ക് ഒന്നിൻ്റെയും കുറവില്ല, പണമുണ്ട്. അവർ പറഞ്ഞതാണ്. പക്ഷേ മനസ്സിന് സമാധാനമില്ല. ശാസ്ത്രങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, പക്ഷേ തത്വം ഞങ്ങൾക്ക് അറിയില്ല. അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു ഗുരുവിൻ്റെ അടുത്ത് പോകുന്നത്. അത് മാത്രമേ നമുക്ക് അറിയണ്ടൂ. അറിയാനുള്ള ഉപകരണം ബുദ്ധി നമ്മുടെ കയ്യിലുണ്ട്. അത് മനസ്സിലാക്കിയാൽ എന്ത് നേട്ടമുണ്ടാവുമോ ആ നേട്ടം പ്രതിഫലിപ്പിക്കാനായിട്ട് മനസ്സുമുണ്ട്. എന്താണ് ഈ അറിവ്? എങ്ങനെയാണ് അതിനെ സമീപിക്കുക? എന്താണ് ഈ സാക്ഷാത്കാരം? അതെങ്ങനെയാണ് മനസ്സിന് പകർന്നു കൊടുക്കുക? അത് ജീവിതത്തിലും വ്യവഹാരത്തിലും എങ്ങനെ പ്രതിഫലനം ചെയ്യും? ഇതാണ് നമുക്ക് അറിയാത്തത്. ചുരുക്കം പറയുകയാണെങ്കിൽ ഒരു ജ്ഞാനിയാവണം. അതാരാ നമ്മളാക്കി തരിക? ദൃഷ്ടാന്തോ നൈവ ദൃഷ്ടഃ
ത്രിഭുവന ജഠരേ സദ്ഗുരോർ ജ്ഞാനദാതു സ്പർശശ്ചേത്തത്ര കൽപ്യഃ സനയതി യദഹോ സ്വർണതാം അശ്മസാരം ന സ്പർശത്വം തഥാവിശ്രിത ചരണയുഗേ സദ്ഗുരു സ്വീയ ശിഷ്യേ സ്വീയം സാമ്യം വിധത്തെ ഭവതി നിരുപമഃ തേന വാ അലൗകികോപി. ഇത് ശതശ്ലോകി എന്ന് പറഞ്ഞൊരു രചന ശങ്കരാചാര്യരുണ്ട്. അതിൽ ആദ്യത്തെ ശ്ലോക. ഒരു ഗുരുവിൻ്റെ വർണ്ണന ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഈ ശ്ലോകം പഠിക്കണം. ഈ ലോകത്തിൽ ഗുരുവും ശിഷ്യനും തമ്മിൽ നടക്കുന്നതായ ഒരു പ്രക്രിയയോ ഒരു പ്രസരണോ എന്തെങ്കിലും ഒന്ന് പകർന്നു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ദൃഷ്ടാന്തം 3 ലോകത്തിലും ഇല്ല എന്നാണ് പറയുന്നത്. എന്നാൽ നമുക്കൊരു പാരസ്മണി എന്ന് പറഞ്ഞൊരു പാരസമണിയുണ്ട്. അതുകൊണ്ട് എന്തിനെ തൊട്ടാലും അത് സ്വർണ്ണമാവും. അപ്പോൾ തൊട്ടതിനെയൊക്കെ ഒരു മരക്കഷം തൊട്ടാലും ഒരു കല്ല് തൊട്ടാലും ഇരുമ്പ് തൊട്ടാലും പഞ്ഞി തൊട്ടാലും ഒരു പാത്രത്തിലെ വെള്ളത്തിനെ തൊട്ടാലും എല്ലാം സ്വർണ്ണമാക്കി തീർക്കും. അതുപോലെ ഒരു പരിവർത്തനമാണോ ഗുരുവിൽ നിന്ന് സദ്ഗുരുവിൽ നിന്ന് ശിഷ്യന് ഉണ്ടാവുന്നത് ചോദിച്ചാൽ അല്ല. എന്താ അതിന് കാരണം? ഈ പാരസ്മണി കൊണ്ട് എന്ത് തൊട്ടാലും തൊട്ടതൊക്കെ സ്വർണ്ണമാവുമല്ലാതെ പാരസ്മണിയാവില്ല. ഇവിടെ ഗുരു എന്താ ചെയ്യണത്? സ്വീയം സാമ്യം വിധത്തെ. തനിക്ക് എന്ത് നില കൈവന്നിട്ടുണ്ടോ ആ നില ശിഷ്യന് പകർന്നു കൊടുക്കുക. സ്വീയം സാമ്യം വിധത്തെ. ഓർമ്മ വയ്ക്കോ ഈ വാക്കുകളെ നിങ്ങൾ. സ്വീയം സാമ്യം വിധത്തെ ഭവതി നിരുപമഃ തേന വാ അലൗകികോപി. തനിക്ക് എന്ത് നില കൈവന്നിട്ടുണ്ടോ ആ നില ശിഷ്യനും കൈവരാൻ വേണ്ടിയിട്ട് അതങ്ങോട്ട് പകർന്നു കൊടുക്കുക. അതെങ്ങനെയാ? തത്വം സാധു വിബോധ്യ താരയതി താൻ. ഓരോ ശിഷ്യനും ഓരോരോ പശ്ചാത്തലമാവും. എല്ലാവരും ഒരു പേര് ഗ്രാജുവേറ്റോ പോസ്റ്റ് ഗ്രാജുവേറ്റോ പാത്തോളജി ഡോക്ടർമാരോ ആയി എന്നൊന്നും വരില്ല. അപ്പോൾ ആ വന്നവർക്കനുസരിച്ച് തത്വങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി ഒരേ തത്വം ഒരു കുട്ടിക്ക് വേണമെങ്കിൽ കുട്ടിക്ക്, മുതിർന്നവർക്ക് വേണമെങ്കിൽ മുതിർന്ന, വിവാഹാവസരത്തിൽ വേണമെങ്കിൽ. അപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ ശിഷ്യന്മാരാണ്, അവരുടെ മകന് കല്യാണം കഴിയാൻ പോകും. അപ്പം മകന് കല്യാണം കഴിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും സംസ്കൃതത്തിൽ ഒരു ശ്ലോകം ആ ഇൻവിറ്റേഷൻ കാർഡിൽ ക്ഷണക്കത്തിൽ അടിക്കണം, ഒന്ന് പറഞ്ഞു തരാമോ എന്ന്. അപ്പം ഞങ്ങൾ ആലോചിച്ചു, നടക്കാൻ പോകുന്നത് കല്യാണമാണ്. കല്യാണം കഴിഞ്ഞ ദമ്പതികൾ പരസ്പരം ഐക്യത്തോടു-കൂടി വെള്ളം വെട്ടിയാൽ മുറിയാത്തതുപോലെ അങ്ങനെ ഇരിക്കണം. അതിന് എന്താണ് വഴി എന്ന് ആലോചിച്ചപ്പോൾ മനസ്സിലൊരു ശ്ലോകം തോന്നിയത് ഞങ്ങൾ പറഞ്ഞു കൊടുക്കേ. വാഗർത്ഥാവിവ സംവൃത്തൗ വാഗർത്ഥ പ്രതിപത്തയേ ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. ഇത് കാളിദാസൻ രചിച്ചിട്ടുള്ളതാ, രഘുവംശത്തിൽ കൊടുത്തിട്ടുള്ളതാ. അദ്ദേഹം രഘുവംശം എഴുതാൻ തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ കവികൾ അങ്ങനെയാണല്ലോ, ഭഗവാനെ സ്തുതിച്ചുകൊണ്ടാണ് തുടങ്ങുക. എൻ്റെ യോഗ്യത കൊണ്ട്, എൻ്റെ അറിവ് കൊണ്ട് ഞാനൊന്ന് എഴുതണു, അതൊന്നുമല്ല അവരുടെ സമ്പ്രദായം. എന്തോ നമുക്കൊരു ബുദ്ധിയുണ്ട്, ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി ഈശ്വരപ്രസാദത്താൽ. അപ്പം ഈശ്വരൻ്റെ അനുഗ്രഹത്താലാണ് ഞാനിത് പ്രയോഗിക്കുന്നതും ഉത്പന്നങ്ങൾ ഉണ്ടാക്കുന്നതുമൊക്കെ. അങ്ങനെ ഈശ്വരനോട് കൂറും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ടാണ് അവരുടെ രചന മുഴുവനും. അതിൽ അദ്ദേഹം കാളിദാസൻ പറയുന്നത് ഇങ്ങനെയാണ്. വലിയ മനുഷ്യനാണല്ലോ, ഉപമയാണ് കാളിദാസൻ്റെ വളരെ പ്രധാനം. അപ്പോൾ തുടക്കത്തിൽ തന്നെ ആ ഉപമ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് പാർവതിയെയും പരമേശ്വരനെയും ഞാൻ സ്തുതിക്കുന്നു. എന്താ ഈ പാർവതി പരമേശ്വരന്മാരെങ്ങനെയാ? വാഗർത്ഥാവിവ സംപൃക്തൗ. ഒരു വാക്കും അതിൻ്റെ ഉള്ളിലുള്ള അർത്ഥവും എങ്ങനെ പരസ്പരം അഭേദ്യമായി ഇണങ്ങിയിരിക്കുന്നുവോ അതുപോലെ പരസ്പരം ഇണങ്ങിയിരിക്കുന്ന പാർവതി പരമേശ്വരന്മാരെ എന്തിനു വേണ്ടി ഞാൻ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു? വാഗർത്ഥപ്രതിപത്തയെ. ഓരോ വാക്കിൽ നിന്നും അതിൻ്റെ സവിശേഷാർത്ഥം അങ്ങോട്ട് എക്സ്ട്രാക്ട് ചെയ്ത് ഇങ്ങോട്ട് എടുക്കണം. അതെടുക്കാനുള്ള സാമർഥ്യവും അറിവും പ്രത്യുത്പന്ന മതിത്വവും എനിക്ക് വേണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരെ സ്തുതിക്കുന്നു. അപ്പോൾ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികൾ പരമേശ്വരനെയും പാർവതിയെയും പോലെ വാക്കും അർത്ഥവും എന്നതുപോലെ പരസ്പരം അങ്ങനെ സംയുക്തമായി അഭേദ്യമായി ഇണക്കത്തോടു കൂടിയിരിക്കട്ടെ എന്നാണ് ഉദ്ദേശം. ആ ശ്ലോകം പ്രിൻ്റ് ചെയ്തുകൊണ്ടാണ് അവർ ഇൻവിറ്റേഷൻ കാർഡ് കൊടുത്തത്. വേറെ ചിലർ ആവശ്യപ്പെട്ടപ്പോഴും ഞങ്ങൾ കൊടുക്കാറുണ്ട്. നിങ്ങളൊക്കെ കല്യാണത്തിന് കത്തടിക്കുമല്ലോ, എന്താ എഴുതുക? ഒന്നും എഴുതില്ല. അതേ, ശ്രീമാൻ എക്സ്, ശ്രീമതി വൈ, രണ്ടാളും കൂടി നിങ്ങളെ വിളിക്കണം. നിങ്ങൾ വന്നാൽ അവർക്ക് വളരെയധികം ബഹുമാനമുണ്ടാവും. ഇതാണ് നിങ്ങളുടെ വാചകം. ഇതൊന്നുമല്ല ഭാരതീയ സംസ്കാരം. മുതിർന്നവരുടെ ആശീർവാദത്തോടുകൂടി അവരുടെ, നമുക്ക് അച്ഛനും അമ്മയുണ്ടെങ്കിൽ അവരുടെ പേരക്കിടാങ്ങൾ കല്യാണം കഴിക്കണമെന്നാണ് പറയുക. എൻ്റെ മകൻ, എൻ്റെ മകള് കല്യാണം കഴിക്കാൻ പോകണം, ഇന്ന ദിവസം എല്ലാവരും സ്വീകരണത്തിന് വരണം. ഇതൊന്നുമല്ല നല്ല ഭാഷ. നല്ല ഭാഷ എന്ന് പറഞ്ഞാൽ
അതിൽ നല്ല സംസ്കാരം, സമ്പന്നത തെളിഞ്ഞ് കാണണം, നല്ല വിനയം വേണം. അപ്പോൾ പിന്നെയാണെങ്കിൽ ഈശ്വരൻ്റെ പേര് പറഞ്ഞ് ഈശ്വരാനുഗ്രഹം കൊണ്ട് ഈ കുട്ടികൾ വിവാഹിതരാകാൻ പോകുന്നു. അതിന് നിങ്ങളെല്ലാവരും സന്നിഹിതരായി ആ കുട്ടികൾക്ക് മംഗളാശംസകൾ നൽകി അവരുടെ ദാമ്പത്യ ജീവിതം സമ്പുഷ്ടമായി സഫലമായി സൗഭാഗ്യമണിഞ്ഞിരിക്കട്ടെ, അതിന് നിങ്ങളെല്ലാവരും വന്ന ആശീർവാദം നൽകൂ എന്ന് പറഞ്ഞിട്ടാണ് നല്ല ഇൻവിറ്റേഷൻ ഇഷ്യൂ ചെയ്യുക. നിങ്ങൾ ഇൻവിറ്റേഷനൊക്കെ പരിശോധിച്ച് നോക്കിക്കോളൂ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ എന്തിനുമുണ്ട് ഒരു നില, ഒരു സമ്പ്രദായം. തത്വം സാധു വിബോധ്യതാരയതി താൻ. ഒരു സദ്ഗുരു എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ, ആര് തൻ്റെ അടുത്ത് വന്ന് ചോദിച്ചാലും ആ ആൾക്ക് കേമനാവാം, കേമനല്ലാത്തവനാവാം, പഠിപ്പുള്ളവനാവാം, പണ്ഡിതനാകാം, പാമരനാകാം, പലതരത്തിലുള്ളവരാ. അവരെ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. വിവാഹമായിരിക്കാം അവസരം, ജന്മദിനമായിരിക്കാം അവസരം, ഉദ്യോഗമായിരിക്കാം അവസരം, മനക്ലേശമായിരിക്കാം വേറെ ഒന്ന്. ഇങ്ങനെ ഏത് തുറയിൽ, ഏത് പശ്ചാത്തലത്തിൽ, ഏത് പരിതസ്ഥിതിയിൽ ആര് വന്നാലും അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കഴിവ് വേണം, തയ്യാറും വേണം. അതാണ് ഞാൻ പറഞ്ഞത്. വിവാഹം കഴിക്കാൻ പോണു, സ്വാമിജി ഒരു ശ്ലോകം പറയണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് മനസ്സിലിതാ. അവർക്ക് ആവശ്യം അതാണ്. നമ്മുടെ ശിഷ്യന്മാരാ, മക്കൾക്ക് കല്യാണം കഴിക്കാൻ പോകും. അപ്പോൾ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ വെറും ഞങ്ങളുടെ പേരിൽ ഒരു ക്ഷണക്കത്ത് എഴുതാതെ ഭഗവാന്റെ പേര് അങ്കിതമായിട്ടുള്ളൊരു ക്ഷണക്കത്ത് വേണമെന്ന് പറഞ്ഞപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഒരു ശ്ലോകം പറഞ്ഞു കൊടുത്തു. വേറെ ചിലരോടും ഇങ്ങനെ പറയാറുണ്ട്. എന്തിനാ ഞാനിത് പറഞ്ഞത്? ഒരു സദ്ഗുരു അങ്ങനെയായിരിക്കണം. തത്വം സാധുവിബോധ്യ എന്ന് 3 വാക്കുകളാണ് പ്രയോഗിച്ചിരിക്കുന്നത്. പറഞ്ഞു കൊടുക്കാനുള്ള തത്വത്തെ വേണ്ടതുപോലെ മനസ്സിലായി എന്ന് ഉറപ്പ് വരത്തക്ക വിധത്തിൽ എത്ര തവണ വേണമെങ്കിലും മാറ്റി 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 കൂട്ടി കുറച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ടോ സ്വീയം സാമ്യം വിധത്തെ, തന്നെപ്പോലെ ഒരു ഗുരുവാക്കി തീർത്ത്, താൻ ഇല്ലാതെ പോയാലും എൻ്റെ ഈ പാരമ്പര്യം പിന്തുടരാൻ പറ്റിയിട്ടുള്ള ഒരു വിളക്ക് കൊളുത്തലാണ് ഞാൻ കൊളുത്തിയിരിക്കുന്ന ശിഷ്യനിൽ എന്നൊരു തോന്നലോട് കൂടി വേണം അദ്ദേഹത്തിന് പോകാൻ. ഇതാണ് സത്സംഗം. അപ്പോൾ സത്സംഗം കൊണ്ട് നമുക്ക് ഉണ്ടാവാൻ പോകുന്നത് എങ്ങനെയാ? ഇപ്പം ശ്രീകൃഷ്ണൻ ഉദ്ധവനെ ഉപദേശിക്കുകയാണല്ലോ. ഉപദേശം മുഴുവനായപ്പോൾ എന്തുണ്ടായി? കുരുക്ഷേത്രത്തിൽ എന്തുണ്ടായി? കുഴഞ്ഞിരുന്ന അർജുനൻ ചൊടിയോടുകൂടി എണീറ്റ് അങ്ങ് പറയണ മാതിരി യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞ് ഗാണ്ഡീവവും ആവനാഴിയുമായി പുറപ്പെട്ടു. ഇവിടെ ഉദ്ധവൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഉപദേശാവസാനത്തിൽ എത്ര കണ്ണീര് വാർത്താലും കൃഷ്ണൻ പറഞ്ഞതുപോലെ എൻ്റെ കൃഷ്ണനെയും ദ്വാരകയെയും വിട്ട് ബദരികാശ്രമത്തിലേക്ക് പോകുകയെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അതാണ് ഒരു ഗുരുജനം ചെയ്യേണ്ടത്. എന്ത് വിഷമുണ്ടോ ആ വിഷമം തീർത്തു കൊടുക്കണം. എന്ത് ആവശ്യമുണ്ടോ അത് നിറവേറ്റി കൊടുക്കണം. എന്ത് ലക്ഷ്യമുണ്ടോ അത് സാധിച്ചു കൊടുക്കണം. അങ്ങനെയുള്ള ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി ഉപദേശം മേടിക്കുന്നത് മാതിരി യഥാവരുന്ധേ സത്സംഗ സർവസംഗാപഹോഹിമാം, എല്ലാ സംഘങ്ങളെയും തുടച്ചു മാറ്റുന്നതാണ് സത്സംഗം. ഈ ദേവഹൂതി പറയുകയാണേ അദ്ദേഹത്തിൻ്റെ അവരുടെ പതിയോട്, സംഗോയ സംസൃതേർഹേതു അസത്സു വിഹിതോ അധിയോ സയേവ സാധുഷു കൃതോ നിസ്സംഗത്വായ കൽപ്പതേ. സാധാരണ ഈ സംഘം സംസം എന്ന് പറഞ്ഞാൽ ഒരു പറച്ചിലുണ്ട്. സംസർഗം കൊണ്ടാണ് ദോഷഗുണാ ഭവന്തി. മനുഷ്യന് മറ്റുള്ളവരുമായിട്ടുള്ള സഹവാസം കൊണ്ടാണ് ഗുണവും ദോഷവും ഉണ്ടാവുന്നത്. ദുഷ്ടന്മാരോട് കൂടിയാൽ ദുഷ്ടത വരും, നല്ലവരോട് കൂടിയാൽ നന്മ നമ്മുടെ ഉള്ളിൽ വരും. അപ്പോൾ ഈ സംഘം എന്ന് പറഞ്ഞാൽ അതിന് ആരോട് കൂടി ചേർന്നോ അവരോട് കൂടി ഒരു ഒട്ടൽ പോവാനാണല്ലോ ഈ സജ്ജനങ്ങളുടെ അടുത്ത് പോണത്. അപ്പോൾ സജ്ജനങ്ങളോട് നമുക്കൊരു സംഘമുണ്ടായാൽ അത് ബന്ധനത്തിന് കാരണമാവില്ലേ? അതും സംഘമല്ലേ എന്നുള്ള ചോദ്യത്തിന് ദേവഹൂതി തന്നെ മറുപടി പറയാണ്. സംഗോയ സംസൃതേർഹേതു. ഈ സംസാരം തുടർന്നു പോകുന്നത് തന്നെ നമ്മൾക്ക് അതിനോടുള്ള ഒട്ടൽ കൊണ്ടാണ്. അസത്സു വിഹിതോ അധിയ. ബുദ്ധിയില്ലാത്തവരെ നശ്വര വസ്തുക്കളിൽ സംഘം പുലർത്തുമ്പോഴാണ് ഈ സംസാര ബന്ധനം തുടർന്നിങ്ങനെ പോണത്, മുറിക്കാൻ പറ്റാതെ. ശ്രദ്ധിക്കുന്നുണ്ടോ? എനിക്കൊരു സംശയം തോന്നുന്നു. അധിയ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്ന പദം. ബുദ്ധിയില്ലാത്തവർ, ആലോചന ബുദ്ധിയില്ലാത്തവർ. അസത്സു വിഹിത, ശരിയല്ലാത്തവരിൽ തൊടുത്തുവിടുന്ന സംഘമുണ്ടല്ലോ, വയ്ക്കുന്ന സംഘം, അതാണ് സംസൃതേർ ഹേതുഹു, ഈ സംസാരം തുടർന്നു പോകാനുള്ള കാരണം. തൻ്റെ കുടുംബാംഗങ്ങൾ ഒക്കെ നശ്വരങ്ങളാണ്. ഭാര്യ, ഭർത്താവ്, മക്കൾ, സഹോദരന്മാർ, അച്ഛൻ, അമ്മ, ബന്ധുക്കൾ, ഇങ്ങനെ എന്തെല്ലാം ഉണ്ടോ അവരൊക്കെ ഒരേമാതിരി ബോട്ടിൽ സഞ്ചരിക്കുന്നവരാ. അവരോട് നമുക്ക് വലിയ സംഘം പുലർത്തിയാൽ എന്തുണ്ടാവും? അവരുടെ പെരുമാറ്റങ്ങളും സമ്പ്രദായങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ നമ്മുടെ ഉള്ളിൽ കടന്നുകൂടും. അപ്പോൾ അസത്തായിട്ടുള്ള മനുഷ്യരിൽ വെച്ചാലാണ് ഈ സംഘം അപകടകമാവുക. സയേവ സാധുഷുകൃത, അതേ സംഘം, അതേ ഒട്ടൽ സജ്ജനങ്ങളിലാണ് നമ്മൾ പ്രയോഗിക്കുന്നത് എന്നുണ്ടെങ്കിലോ
നിസ്സംഗത്വായ കൽപ്പതേ, നിസ്സംഗത്വായ കൽപ്പതേ. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. സത്സംഗത്തിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ആ ചേർച്ചയുണ്ടല്ലോ, അത് ജീവൻ മുക്തിയിലാണ് കൊണ്ടെത്തിക്കുക. ആരിൽ വയ്ക്കണു എന്നുള്ളതാണ് ഇവിടെ പ്രധാനം. ഇപ്പം ശ്രീകൃഷ്ണനെ പല ആൾക്കാരും പലതരത്തിലും സ്നേഹിച്ചു, വെറുത്തു, മത്സരിച്ചു. അവർക്കൊക്കെ ഒരേ ഗതിയാണ് ഉണ്ടായത്. എന്താ കാരണം? ശ്രീകൃഷ്ണനിൽ, കൃഷ്ണ പരമാത്മാവിലെ അവർ പ്രയോഗിച്ചത്. ഒരു അഗ്നിയുടെ അടുത്ത് ചെന്ന് നിങ്ങൾ എന്തൊക്കെ ചെന്നാലും അഗ്നി ചൂടല്ലാതെ തണുക്കോ? തണുക്കില്ലല്ലോ. അപ്പോൾ സജ്ജനങ്ങൾ എപ്പോഴും സത്ത് പ്രസരണം ചെയ്യുന്നവരാണ്, അവരിൽ ഒരു മാറ്റവും വരില്ല. അപ്പോൾ സംഘം പൊതുവെ ദോഷത്തിന് കാരണമാണെന്ന് വന്നാലും സജ്ജനങ്ങളിൽ അതേ സംഘം നിങ്ങൾ നിക്ഷേപിക്കുക അല്ലെങ്കിൽ വയ്ക്കുക, ഉറപ്പിക്കുകയാണെങ്കിലോ അത് നിസ്സംഗത്വത്തിന് കാരണമാകും. ശ്രീകൃഷ്ണൻ പറയുന്നു ഗീതയിൽ, ആ വിശ്വരൂപ ദർശനം കാണിച്ചു കൊടുത്തതിന് ശേഷം പറയാണ്, നാഹം വേദൈർന തപസാ ന ദാനേന ന ചേജ്യയാ ശക്യ ഏവം വിധോ ദ്രഷ്ടും ദൃഷ്ടവാനസി മാം യഥാ ഭക്ത്യാ തു അനന്യയാ ശക്യ അഹമേവം വിധോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. ആ വിശ്വരൂപം കാണിച്ചു കൊടുത്ത അർജുനന് പേടിയായി. അതൊന്ന് പിൻവലിക്കണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിൻവലിച്ച് കോമളരൂപം കാണിച്ചതിന് ശേഷം കൃഷ്ണൻ സംസാരിക്കുകയാണ്. അർജുനൻ്റെ അപേക്ഷ പ്രകാരം ഈ വിശ്വം മുഴുവനും എന്നിൽ ഒതുങ്ങണു എന്നുള്ള ആ വിശ്വരൂപം കാണിച്ചു തന്നുല്ലോ. ഇങ്ങനെയുള്ള ഒരു രൂപം ആർക്കും കാണാൻ പറ്റില്ല. നാഹം വേദൈഹി, വലിയ വേദവിത്തുകൾ വേദാധ്യയനം ചെയ്ത് അതിൽ കങ്കേമന്മാരായിരിക്കുന്നവരുണ്ടല്ലോ, അവരെ കൊണ്ട് സാധിക്കില്ല. കഠിന തപസ് ചെയ്താലും ഇത് കാണാൻ സാധിക്കില്ല. ദാനധർമ്മങ്ങൾ വേണ്ടതുപോലെ നടത്തിയാലും ഇല്ല. ന ചേജ്യയ, യജ്ഞയാഗാദി കർമ്മങ്ങൾ ചെയ്താലും പറ്റില്ല. ഈ പ്രകാരത്തിൽ എന്നെ നീ എങ്ങനെ കണ്ടുവോ അതുപോലെ കാണാൻ ഒരാൾക്കും പറ്റില്ല. നേരെ മറിച്ചോ ഭക്ത്യാതു അനന്യയാ ശക്യ, ശുദ്ധ സരളമായിരിക്കുന്ന ഭക്തി ഉണ്ടല്ലോ. അർജുന എന്നോട് ചോദിച്ചു, എനിക്കേ അങ്ങയുടെ വിശ്വരൂപം ഒന്ന് കണ്ടാൽ കൊള്ളാം കൃഷ്ണ എന്ന് പറഞ്ഞു. ആ പറഞ്ഞ വാക്കുണ്ടല്ലോ, ആ വാക്കങ്ങോട്ട് സരളമായി എനിക്ക് തോന്നി. ഉടനെ ഞാൻ വിശ്വരൂപം കാണിച്ചു തന്നതാണ്. അല്ലാണ്ട് യാഗം ചെയ്തു വരുമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അപ്പം എൻ്റെ മനസ്സിൽ തട്ടാവുന്ന തരത്തിൽ ഒരു ലളിതകോമളമായിരിക്കുന്ന മനസ്സോ മനോഭാവമോ ആർക്കുണ്ടോ അവരുടെ മുൻപിൽ ഞാൻ അങ്ങോട്ട് ഉരുകും, വെണ്ണ ഉരുകുന്ന മൈരി ഉരുകും. ഭക്ത്യാതു അനന്യയാ ശക്യ അഹമേവം വിധോർജുന. ഭക്തിയുണ്ടെങ്കിൽ എൻ്റെ ഈ വിശ്വരൂപത്തെ പറ്റി മനസ്സിലാക്കുക, ജ്ഞാതും ആദ്യമായി മനസ്സിലാക്കാൻ, ദ്രഷ്ടും പിന്നെ കാണാൻ, തത്വേന പ്രവേഷ്ടും ച അതിൽ പ്രവേശിക്കാനും സാധിക്കും. അല്ലാണ്ട് ഇത് ബാക്കിയുള്ള യോഗ്യതകൾ കൊണ്ടോ കർമ്മനിഷ്ഠകൾ കൊണ്ടോ തപോബലം കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ ഒന്നുമല്ല. ഇതിന് മനസ്സാണ് പ്രമാണം. ശ്രീകൃഷ്ണൻ പറഞ്ഞു തുടങ്ങുകയാണ്, സത്സംഗേന ഹി ദൈതേയ യാതുധാനാ മൃഗാഃ ഖഗാഃ ഗന്ധർവാപ്സരസോ നാഗാഃ സിദ്ധാശ്ചാരണ ഗുഹ്യകാഃ. അദ്ദേഹം പറയാണ്, സത്സംഗം കൊണ്ട് ആർക്കാർക്കെല്ലാം എന്തെന്തെല്ലാം ഗതി വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ പറഞ്ഞു കൊടുക്കുക. അത്ര വിശേഷപ്പെട്ടതാണ് സത്സംഗം. സത്സംഗേന ഹി ദൈതേയാഃ യാതുധാന മൃഗാഃ ഖഗാഃ. എല്ലാവരും കേൾക്കുന്നുണ്ടോ? കൃഷ്ണൻ വളരെ വാചാലനായിരിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് നിങ്ങളുടെ സ്വാമിജിക്കും വാചാലത്വം വേണം, എന്നാലേ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സത്സംഗം കൊണ്ട് മാത്രമാണ് ദൈതേയന്മാർ, ദിതിപുത്രന്മാർ, ആ വംശജന്മാർ, അസുരന്മാർ, യാതുധാനന്മാർ, രാക്ഷസന്മാർ, മൃഗാഹ ഖഗാഹ, മൃഗങ്ങളും പക്ഷികളും, ഗന്ധർവന്മാർ, അപ്സരസ്സുകൾ, സർപ്പങ്ങൾ, സിദ്ധന്മാർ, ചാരണന്മാർ, ഗുഹ്യകന്മാർ, യാതുധാനാ മൃഗാ ഖഗാഹ ഗന്ധർവാപ്സരസോ നാഗാഹ സിദ്ധാശ്ചാരണ ഗുഹ്യകാഹ വിദ്യാധരാ മനുഷ്യേഷു വൈശ്യാഃ ശൂദ്രാഃ സ്ത്രിയോന്ത്യജാഃ രജസ്തമഃ പ്രകൃതയഃ തസ്മിൻ യുഗേ അനഘ. കൃതയുഗം തൊട്ട് കലിയുഗം വരെയുള്ള കാര്യങ്ങൾ ഇത് നടന്നത് ദ്വാപരയുഗത്തിലാണ്. അപ്പോൾ ഓരോ യുഗത്തിലും വിദ്യാധരന്മാർ, മനുഷ്യരുടെ ഇടയിൽ മനുഷ്യന്മാരിലുള്ള വൈശ്യന്മാർ, ശൂദ്രന്മാർ, സ്ത്രീകൾ, അന്ത്യജന്മാർ, താണജാതികളിൽ തൊഴിൽ കൊണ്ടോ മറ്റും പ്രാകൃതമായിട്ടുള്ളതും അല്ലെ ഹിംസാത്മകമായിട്ടുള്ള തൊഴിലൊക്കെ പെട്ടവർ, രജസ്തമ പ്രകൃതയ
രജോ ഗുണത്തിനും തമോ ഗുണത്തിനും വിധേയമായി ഇപ്പം മാംസക്കച്ചവടം നടത്തുക, മൃഗങ്ങളെ കൊല്ലണ്ടേ, നിങ്ങൾ ആരെങ്കിലും തയ്യാറാവുമോ? ഇവിടെ മാംസം ഭക്ഷിക്കുന്നവർ പലരും ഉണ്ട്. പക്ഷെ അവർ കൊന്നു തിന്നു എന്ന് പറഞ്ഞാൽ ഒരാൾ ഇതിന് തയ്യാറാവില്ല. ഒരു പോത്തിനെയോ ഒരു പശുവിനെയോ ഒക്കെ കൊല്ലണത് എങ്ങനെയാണ്? അതിൻ്റെ കൊമ്പിൻ്റെ ഇടയിൽ നെറ്റിയുടെ നടുക്കിൽ കൂടം കൊണ്ട് അടിച്ചിട്ടൊക്കെയാണ് കൊല്ലണത്. ആരാ അതിന് പുറപ്പെടുക? ആർക്കെങ്കിലും അതിന് മനസ്സ് വരുമോ? എന്നാൽ അതിനുള്ളവർ ചിലരുണ്ട്. അവരുടെ അച്ഛൻ ചെയ്ത് കണ്ടുപഠിച്ചതാ, അച്ഛൻ ചെയ്തത് മകനും ചെയ്തു, ആ ജീൻസൊക്കെ ശരീരത്തിലുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ തൊഴിൽ തന്നെ മഹാമോശമായിട്ടുള്ള ആൾക്കാരുണ്ട്. വൈശ്യന്മാർ, കച്ചവടക്കാർ. ഈ കച്ചവടം എന്താ? കപടമാണ് ഈ കച്ചവടം. അതിൽ പലതരത്തിലുള്ള കളവും ചതിയും ഒക്കെ ചെയ്യേണ്ടി വരും. നല്ലത് ചെയ്യുകയാണെങ്കിൽ കണ്ടമാനം അതിന് ചാർജ് ചെയ്യേണ്ടി വരും. അങ്ങനെ പലതരത്തിൽ വൈശ്യാഹ ശൂദ്രാഹ, സേവനം ചെയ്യുന്നവർ. അവർക്ക് ആലോചിക്കാനൊന്നും സമയമില്ല. കാലത്ത് നേരത്തെ തൊഴിൽശാലയ്ക്ക് പോകണം, അല്ലെങ്കിൽ വയലിൽ ചെല്ലണം. 4 മണിക്കോ എഴുന്നേറ്റ് ഒക്കെ ഉഴണ്ടിയൊക്കെ വരും. ആ സമയത്ത് പല്ല് തേച്ചിട്ട് പാടത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ പറ്റില്ല. അപ്പോൾ അവരുടെ തൊഴിൽ അങ്ങനത്തേതാ. ചളിയിലൊക്കെ ഇറങ്ങണം, ചളിയിലിറങ്ങി കുളിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് കുളിച്ചിട്ട് വേണം എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ. അതിൻ്റെ ഇടയിൽ വിശന്ന ഒരു ഗ്ലാസ് വെള്ളവും കൂടി കുടിക്കാൻ അവർക്ക് പറ്റില്ല. ചുണ്ടത്ത് വരെ ചളിയും ആവും. ആലോചിച്ച് നോക്കൂ, നിങ്ങളിതൊക്കെ ചിന്തിക്കേണ്ടതാണ്. വൈശ്യാഹ ശൂദ്രാഹ സ്ത്രീയോ അന്ത്യജാഹ, സ്ത്രീകളാണ്. സ്ത്രീകളെ കാര്യം പറയാൻ പറ്റില്ല. അവരൊരു തരം രണ്ടാംകിട മനുഷ്യരെന്നാണല്ലോ നമ്മുടെ ഇടയിലുള്ള ധാരണ. അന്ത്യജന്മാർ, രജസ്തമ പ്രകൃതികൾ. തസ്മിൻ യുഗേ യുഗേ, ഓരോരോ യുഗത്തിലും ബഹവോ മത്പദം പ്രാപ്താഹ ത്വാഷ്ട്രകായാധവാദയഃ വൃഷപർവാ ബലിർബാണോ മയശ്ചാധ വിഭീഷണ. ഓരോരോ യുഗത്തിലും ഓരോരുത്തരാണ് ഈശ്വരനെ പ്രാപിച്ചിട്ടുള്ളത്. ആരൊക്കെയാ? ബഹവഹ, അനവധി പേര്. മത്പദം പ്രാപ്താഹ, തൊഴിൽ കൊണ്ട് ഇവർ മോശക്കാരാവാം, പണം കൊണ്ട് അവർ പിന്നിലാവാം, പഠിപ്പ് കൊണ്ട് അവർ കേമന്മാരല്ല, അഴകിലോ അതിലും മോശ. പിന്നെ അവർക്ക് എന്താ ഒന്നുള്ളത്? ഒന്നുമില്ല. പക്ഷെ എൻ്റെ അടുത്ത് വരാൻ പുറപ്പെടുമ്പോൾ ഇവരൊക്കെ തുല്യ. എന്താ കൃഷ്ണൻ രുക്മിണിയോട് പറഞ്ഞത്? നിഷ്കിഞ്ചനാ വയം നൂനം നിഷ്കിഞ്ചന ജനപ്രിയാഹ തസ്മാത് പ്രായേണ നഹ്യാഢ്യ മാം ഭജന്തി സുമധ്യമേ. രുക്മിണി നല്ല ഒരു രാജകുമാരിയാണ്. അരയൊക്കെ ഇടുങ്ങിയിട്ട് കണ്ടാൽ നല്ല സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യമുള്ള പ്രൗഢി ധാരാളമുള്ള ഒരു രാജാവിൻ്റെ മകളായിരിക്കുന്ന രുക്മിണി എന്നെ എന്തിനാ കല്യാണം കഴിച്ചത്? ഞാൻ ആരാന്നറിയോ? നിഷ്കിഞ്ചനാവയം നൂനം, ഒന്നുമില്ലാത്തവനാ, ഈ ലോകത്തിൽ ഒന്നുമില്ലാത്തവനാ. അതുകൊണ്ടാണല്ലോ എല്ലാറ്റിനെയും നശിപ്പിച്ചിട്ട് പോയത്. നിങ്ങളൊക്കെ പണം സമ്പാദിച്ചത് നശിപ്പിച്ചു പോകാനാ? ഇവിടെ ഏതെങ്കിലും ഒരു പണക്കാരനുണ്ടോ കയ്യിലുള്ള പണവും കെട്ടിടമൊക്കെ നശിപ്പിച്ചിട്ട് പോണ ആള്? അപ്പം കൃഷ്ണന് ഒന്നുമില്ല, ഒന്നോട്ട് വേണ്ടേനും. അങ്ങനെ നിഷ്കിഞ്ചനായിരിക്കുന്ന ഞാൻ, എന്നെ ആരാ ഇഷ്ടപ്പെടുകയെന്നറിയോ? ഒന്നുമില്ലാത്തവർ, സാധുക്കൾ. എനിക്ക് കുടുംബം വേണ്ട, കുട്ടികൾ വേണ്ട എന്ന് പറഞ്ഞ് സന്യസിച്ച് പോകുന്നവരാണ് ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് പാടിക്കൊണ്ട് നൃത്തം ചെയ്ത് നടക്കുക. എത്ര ഗൃഹസ്ഥന്മാർ നൃത്തം വയ്ക്കും? അവർക്ക് നാണാവും. അവർ പാൻറ് ഇട്ടിട്ടല്ലാതെ വരില്ല. ഇന്ന് കേരളത്തിലെ ദേശീയ വസ്ത്രം മുണ്ടാണ്. എന്നാലും അവർ പാൻറിട്ടിട്ടേ വരുള്ളൂ. പാൻറ്റിനൊരു സൗകര്യം ഉണ്ടെന്നുള്ള കാര്യം ഞാനും സമ്മതിച്ചു. അതൊക്കെ ആയിക്കോട്ടെ, എന്നാലും ഒരു ദേശീയത, ഒരു പ്രാദേശിക സ്വഭാവം നമുക്ക് വേണ്ടേ? അപ്പോൾ ഒന്നുമില്ലാത്തവരാണ് എന്നെ സ്വതവേ ഇഷ്ടപ്പെടുക. ഇതാണ് ഇവിടെ പറഞ്ഞത്.